ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത സത്രത്തിൽ ഇന്നിപ്പം ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് കടക്കണ പ്രകരണമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉദ്ധവർ ഭഗവാനെ ചെന്ന് നമസ്കരിച്ച് ഭഗവാന്റെ തൃപ്പാദം തൊഴുത് ഭഗവാന്റെ ആ തിരുമുഖത്തിരിക്കുന്നതായ ജ്ഞാനത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ ആ ഒരു ഈശ്വരീയ മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രകരണത്തിൽ ഏതാണ്ട് അവസാന ഭാഗമാണ് ഈ 29ാമത്തെ അധ്യായമാണ്. ഇപ്പോൾ ഈ ഉദ്ധവരുടെ ബദരി യാത്ര, അദ്ദേഹത്തിൻ്റെ ബദരിയാശ്രമത്തിലേക്ക് യാത്ര. ചുരുക്കത്ത് പറഞ്ഞ ഉദ്ധവരെ പറഞ്ഞയക്കുക അതാണ്. ഉദ്ധവരെ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ആ പരംധാമത്തിലേക്ക് പോവാൻ ഭഗവാൻ പരംധാമത്തേക്ക് പോവുകയായി. അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഉദ്ധവരെ എവിടേക്കാണ് പറഞ്ഞയക്കേണ്ടത് വെച്ചാൽ അതിനൊരു രൂപം ഉണ്ടാക്കിയിട്ട് ഉദ്ധവരിൽ കൂടി ലോകരെയും കൂടി ആ വഴിയിലേക്ക് അയക്കാനായിട്ടുള്ള പുറപ്പാടാണ് ഭഗവാന്റേത്. അതാണ് ഇപ്പം ഇവിടെ ഈ ഉദ്ധവരെ ബദരിയിലേക്ക് പോവുക എന്ന് പറയുമ്പം ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ മുഴുവനും എന്ന് പറയാം ഏതാണ്ട്. അതായത് പ്രധാനപ്പെട്ട ഭാഗം ഈ ഉദ്ധവരുടെയും ഭഗവാന്റെയും കൂടി സംസാരങ്ങൾ, അവരുടെ സംവാദമാണ്. വർത്തമാനം അങ്ങടും ഇങ്ങടും അവർ ചോദ്യങ്ങൾ ചോദിക്കണോ, ഭഗവാനോട് ഉദ്ധവർ ചോദിക്കുക, ഭഗവാൻ അതിന് വളരെ വിസ്തരിച്ച് മറുപടികൾ പറയുക. ഏതേത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ആ വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ വിപുലമായ രീതിയിൽ ഭഗവാൻ അത് ഉദ്ധവരെ ഉപദേശിച്ച് അനുഗ്രഹിക്കണമുണ്ട്. ഇവിടെ എന്താ ചോദിച്ചാൽ ഈ ഉദ്ധവരെ ഈ ഭഗവാന്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം പോവുക എന്ന് പറയുമ്പോൾ ഒരു പരിപൂർണമായ ഒരു ഗതി, ആ ഒരു ഉപദേശത്തിന് അതിൻ്റെ ഒരു ശരണാഗതി ഉണ്ട്. ആ ശരണാഗതി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഉപദേശം വാങ്ങുക എന്നുള്ളതുണ്ട്. എന്നിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ പോവുക എന്നുള്ളതുണ്ട്. ഇത് മൂന്നും ഉണ്ട്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുക വെച്ചാൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും പ്രധാനപ്പെട്ടത് പലരുടെയും വിചാരം പഠിപ്പുണ്ടാവലാണ് പ്രധാനം എന്ന് വിചാരിക്കുന്നു ചിലരെന്നല്ല പലരും അത് ചില കാലം വരെ അങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കും. പിന്നെ പഠിപ്പ് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ വിചാരിക്കും വലിയ ഉദ്യോഗം ഉണ്ടാവുക അല്ലെങ്കിൽ പദവി ഉണ്ടാവുക എന്നൊക്കെയാണ് കേമം എന്ന് വിചാരിക്കും. അത് 56 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തിണ്ണയിന്നിറങ്ങി നടക്കുമ്പം അതിൻ്റെ കഥയും മനസ്സിലാവും, വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാവും. പിന്നെ വിചാരിക്കും സന്താനം ഉണ്ടാവലാണ് അല്ലെങ്കിൽ പേരുണ്ടാവലാണ് പണം ഉണ്ടാവലാണ് എന്നൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ മനസ്സിലാവും ഇതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവണില്ല എന്ന് അപ്പോഴും മനസ്സിലാവും. അതായത് പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ് പ്രധാനം എന്ന് തോന്നി പോന്ന് അത് കുറച്ച് കഴിയുമ്പം ഇതല്ല പ്രധാനം, പിന്നെ കുറച്ചും കൂടി കഴിയുമ്പം ഇതല്ല പ്രധാനം, പിന്നെയും കൂടി കുറച്ചും കൂടി മുമ്പിലേക്ക് പോകുമ്പം ഇതും അല്ല പ്രധാനം എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രധാനം എന്നറിയാതെ കണ്ട് മരിച്ചു പോവുകയാണ് പൊതുവേ ലോകത്തിൽ എന്തിൻ്റെ പതിവ്, സാധാരണക്കാരുടെ പതിവ്. ഇത്രയേ ഉള്ളൂ ആണ്. അതിലിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പിന്നെ ഒടുക്കാരും തിരിഞ്ഞ് നോക്കാനില്ലാതെ മരിച്ചു പോയി എന്ന് പത്രത്തിലൊരു കള്ളിയിൽ ഇങ്ങനെ കാണാം. അത് വായിച്ച് എല്ലാവരും സമാധാനമായി എന്നും പറയും. ഇത്രയേ ഉള്ളൂ, അതോടെ അത് കഴിഞ്ഞു എന്ന് പറയും. അങ്ങനെ ഇരുന്ന് പോണ്ടതായ സാമാന്യ ലോകത്തിൻ്റെ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉദ്ധവര് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയതും ആ രൂപപ്പെടുത്തൽ ലോകത്തിന് ഉപകാരപ്പെടുത്തിയതും എങ്ങനെയെന്ന് കാണിക്കലാണ് ഉദ്ധവരുടെയും ഭഗവാന്റെയും സംവാദം. ഇതാണ് അപ്പോൾ അതിൻ്റെ ചുരുക്കം. അതായത് എന്താ വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്താ പറയുക, അതിന് ശാസ്ത്രങ്ങളിൽ പറയും ഗുരൂപസക്തി എന്നതിന് പറയുക. ഗുരൂപസക്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുനാഥൻ ആര് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ചെന്ന്
ആശ്രയിച്ച് ആ വെളിച്ചത്തെ തന്നിലേക്ക് ആവാഹിച്ച് തൻ്റെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി തീർക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ഗുരൂപശക്തി. അതാണ് പ്രധാനം. അതില്ലാച്ചാൽ പിന്നെ എന്തുണ്ടായിട്ടൊരു ഫലവും ഇല്ല. ഇപ്പം നമ്മൾ കുറേ പണ്ടൊക്കെ കെട്ടി, കുറേ ആഭരണമൊക്കെ കെട്ടി, കീശയിൽ ഒരു 2 ലക്ഷം ഉറുപ്പ്യം തിരികെ വെച്ച് നല്ല തിളങ്ങണ കുപ്പായൊക്കെ ഇട്ടിട്ട് കസേരയിൽ കൊണ്ടുപോയി നടുക്കി ഇരുത്തിയിട്ട് വല്ല കാര്യമുണ്ട്? തലയ്ക്ക് വെളിവില്ലെങ്കിൽ തലയ്ക്കൊരു വെളിവും ഇല്ല. പക്ഷേ ഈ സാധനങ്ങളൊക്കെ കെട്ടി അലങ്കരിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുമുണ്ട്, ഒരു ഗുണവും ഇല്ല. എന്താ കാരണം? ബുദ്ധി നേരെയല്ല, ബോധ്യം ഇല്ല. അദ്ദേഹത്തിന് ഒന്നിനെക്കുറിച്ചും ഒരു വെടുപ്പായിട്ടൊരു ബോധ്യമില്ല എന്നിരിക്കുക ഈ അലങ്കാരങ്ങളൊന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല? അലങ്കരിക്കണില്ല. ഒരു കെട്ടുകാഴ്ചയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നു മാത്രം ഇതേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ഈ ബാഹ്യങ്ങളായ പലതിനെയും കെട്ടി വെച്ച് അതിനെയൊക്കെ അലങ്കരിച്ച് വെച്ചത് കേമാവും, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ കേമനാണെന്ന് തോന്നും എന്ന് തെറ്റിദ്ധരിച്ച നടക്കണ ലോകത്താണ് ഈ കെട്ടുകാഴ്ചകൾ ഇല്ലാതെ കണ്ട് നടന്ന ഒരു മഹാത്മാവ്. അദ്ദേഹത്തിൻ്റെ പേരാണ് എന്ത്? ഉദ്ധവര്. ഈ ഉദ്ധവരെ കുറിച്ച് പറയുമ്പം പല ദിക്കിലും ഉദ്ധവരെ കുറിച്ച് ഇങ്ങനെ പരാമർശങ്ങളുണ്ട്. ഭാഗവതത്തിൽ തന്നെ പല ദിക്കിലും ഉദ്ധവരാരെ എന്തെന്നൊക്കെ പറയും. ഇപ്പം ഈ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വെളിച്ചത്തിലേക്ക് നല്ലോണം പുറത്തേക്ക് വരുന്നൊരു പ്രകരണം ഏതാണെന്ന് ചോദിച്ചാൽ, ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിൽ രാജാക്കന്മാർ നരകിച്ച് കഴിഞ്ഞു കൂടുന്ന സമയത്ത് ജരാസന്ധൻ്റെ ആ കാരാഗ്രഹത്തിൽ വിഷമിച്ചതാ മരിക്കുകയായി, നമ്മൾ ബലി കൊടുക്കുകയായി എന്നൊക്കെ ഒരു സ്ഥിതി വന്നപ്പം അവരെ ഒരു ദൂതനെ പറഞ്ഞയച്ചു ദ്വാരകയിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക്. അപ്പം ഈ ദൂതൻ ദ്വാരകയിൽ വന്ന് ഭഗവാന്റെ അടുത്ത് വന്ന് ഈ വർത്തമാനം ഇങ്ങനെ പറഞ്ഞു, ജരാസന്ധനെ കൊണ്ട് ഉപദ്രവമുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ട മാതിരി അതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ എന്താണോ വേണ്ടത് എന്നൊക്കെ നിശ്ചയിച്ചാലും ഉദ്ധവരോടാണ് ചോദിച്ചത്, ഉദ്ധവരെ എന്താ വേണ്ടത്? കാരണം എന്താ ചോദിച്ചാൽ, ഈ ഒരു അപേക്ഷ വന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറൊരു അപേക്ഷയും കൂടി ഉണ്ടായി. പാണ്ഡവന്മാരുടെ വക രാജസൂയ പ്രാർത്ഥനയായിട്ട് നമ്മുടെ നാരദ മഹർഷിയും വന്നു. അപ്പോൾ 2 പ്രാർത്ഥന മുമ്പിൽ വന്ന സമയത്ത് എന്താണ് ആദ്യം, ഏതാണ് ആദ്യം എന്നൊരു തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ധവരോട് ചോദിച്ചത്. അപ്പോൾ ഉദ്ധവർ അതിന് വേണ്ട മാതിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനനുസരിച്ചാണ് പിന്നീട് ഉണ്ടായ ക്രിയകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ സമയത്താണ് ഉദ്ധവരെ കുറിച്ചൊരു പരാമർശം കുറച്ച് വിസ്തരിച്ച് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഉദ്ധവരെ നമ്മൾ കാണുന്നത് ഭഗവാൻ മധുരയിലേക്ക് പോയി, മധുരയിൽ ചെന്നിരുന്ന് അവിടെ കുറച്ചു കാലം കംസവധമൊക്കെ കഴിഞ്ഞ് ഉഗ്രസേന മഹാരാജാവിനെ രാജാവായിട്ട് വാഴിച്ച് അവിടെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് അദ്ദേഹത്തിന് ഭഗവാന് ഈ വൃന്ദാവനത്തിലേക്ക് വരിക, പോവുക, അവിടെ ഉള്ളവരെ കാണുക, അച്ഛനെ അമ്മയും ഒന്ന് കാണുക, മിണ്ടുക, പറയുക, ഗോപികമാരോടൊക്കെ ഒന്ന് കാണുക, അതൊന്നും സാധിക്കാത്തൊരു സ്ഥിതി വന്ന സമയത്ത് ഭഗവാൻ ആ ഒരു വൈഷമ്യം പരിഹരിച്ചത് ഉദ്ധവരെ പറഞ്ഞയച്ചിട്ടാണ്. ആരെയാ പറഞ്ഞയക്കുക എന്നിങ്ങനെ ആലോചിച്ച സമയത്ത് ഭഗവാൻ തന്നെ പറയും, പറഞ്ഞയക്കാൻ നല്ല ആൾ ഉദ്ധവരാണ്. എന്താ കാരണം? അവിടെയാണ് നമ്മൾക്ക് ഉദ്ധവരെ കുറിച്ച് ഒരു മേൽവിലാസം കിട്ടണത്. ഈ സമയത്ത് അത് മുമ്പൊന്നും മേൽവിലാസമല്ലേ, ഈ ആളുടെ പരാമർശമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മഹാത്മാവുണ്ടെന്ന് ഇവിടെ പറയുമ്പോൾ ഉദ്ധവരെ കുറിച്ച് പറയുമ്പം പറയും, ഉദ്ധവര് വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസത്തമ. ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു പരാമർശം. അതായത് വൃഷ്ണീനാം പ്രവരോ മന്ത്രി, ഈ യാദവന്മാരുടെ കൂട്ടത്തിൽ യാദവന്മാർക്ക്, അല്ലെങ്കിൽ ഈ ദ്വാരകാപുരിയിലെ യാദവ സമ്പ്രദായത്തിൽ താമസിക്കുന്ന കൂട്ടർക്ക് അവർക്കൊക്കെ ചേർന്ന് വൃഷ്ണികൾ, അന്ധകന്മാർ, ഭോജന്മാർ, സാത്വതന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഭാഗക്കാർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് അവരുടെ മന്ത്രിയാണ് ഈ പറയുന്നതായ മഹാത്മാവ് ഉദ്ധവര്. അതുകൊണ്ടാണ് വൃഷ്ണീനാം പ്രവരോ മന്ത്രി, വൃഷ്ണി വംശത്തിൻ്റെ അല്ലെങ്കിൽ ദ്വാരകാപുരിയുടെ ശ്രേഷ്ഠനായ മന്ത്രിയാണ്. തന്നെയല്ല കൃഷ്ണസ്യ ദൈതസഖ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സുഹൃത്തുമാണ്. ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സൗഹൃദം എന്നൊക്കെ പറയുമ്പം പലതരം സൗഹൃദമുണ്ട്. ഇപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മുടെ കൂടെ ഓടിച്ചാടി കളിച്ച് നടന്നവരും നമ്മുടെ സുഹൃത്താണ്. 2 ദിവസം മുമ്പ് ബസ്സിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട ആളും സുഹൃത്താണ്. പിന്നെ എവിടുന്നോ കണ്ടു ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു വന്ന ആളും സുഹൃത്താണ്. അപ്പം അങ്ങനെ പലതരം സൗഹൃദങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുമ്പം ഈ ഭഗവാനും ഉദ്ധവരും കൂടിയുള്ള സൗഹൃദം അങ്ങനെയുള്ളൊരു സൗഹൃദമല്ല എന്ന് പറയാനാണ് ഉദ്ധവരെ കുറിച്ച് പറഞ്ഞപ്പം ദൈതസഖ എന്ന് പറഞ്ഞത്. ദൈതനായ സഖാവ്, ദൈതനായ സഖാവ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നർത്ഥം. അപ്പം അത്രയ്ക്ക് ഭഗവാനും ഇഷ്ടപ്പെട്ട ആളാണ് ഈ ഉദ്ധവര്. കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ, ബൃഹസ്പതി മഹർഷിയുടെ സാക്ഷാൽ ശിഷ്യനാണ്. ഈ സാക്ഷാൽ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി മഹർഷിയുടെ അടുത്ത് പോയിട്ട് നേരിട്ട് പഠിച്ച ആളാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ആളല്ല, കറസ്പോണ്ടിങ് കോഴ്സൊന്നും അല്ല അത്. അതാണ് സാക്ഷാൽ എന്ന് പറഞ്ഞത്. വ്യത്യാസമുണ്ടേ. ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തെ തൊഴുതും നമസ്കരിച്ച് സമ്പ്രദായത്തിൽ വിദ്യ ധരിക്കുന്നതും നമ്മളിപ്പോൾ പറഞ്ഞ ജാതിയിൽ ധരിക്കുന്നതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിപ്പോൾ സംശയമില്ല.
ഇല്ല, വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ധരിച്ച ആളല്ല എന്ന് കാണിക്കാനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം ശിഷ്യോ ബൃഹസ്പതേഹേ സാക്ഷാത്. അങ്ങനെയുള്ള ഉദ്ധവര് എങ്ങനെയുള്ള ആളാണ്? ഉദ്ധവോ ബുദ്ധിസത്തമ, ബുദ്ധിമാനും കൂടിയാണ്. എന്തിനപ്പോൾ ഇത്രയ്ക്കുള്ള ആൾ ബുദ്ധിമാനാവില്ലേ എന്നൊരു സംശയം നമുക്ക് തോന്നും. അങ്ങനെ തോന്നണ്ട. നമ്മുടെ നാട്ടിലുണ്ട് പഠിപ്പുള്ളവരുണ്ട്, വലിയ വലിയ ആളുടെ ശിഷ്യനാണെന്ന് പറഞ്ഞ് നടക്കണവരുണ്ട്, വലിയ പദവിയിൽ ഇരിക്കണവരുണ്ട്, ഇരുന്നവരുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ ഒടുക്കം പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതായത് ബുദ്ധി വേണ്ട മാതിരി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ബുദ്ധി ഇല്ല, നിങ്ങൾ ബുദ്ധി വേണ്ട മാതിരി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പൊട്ടനാണെന്ന്. അങ്ങനെയല്ല. ഈ ബുദ്ധി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ ബുദ്ധി വെച്ചാൽ മനസ്സ് എന്ന് പറഞ്ഞാൽ സങ്കല്പ വികല്പാത്മകം മനഃ എന്നാണ്. മനസ്സിൻ്റെ ലക്ഷണം അതാണ്. സങ്കല്പ വികല്പങ്ങൾ കൂട്ടിക്കുഴച്ച് വെച്ചതിൻ്റെ പേരാണ് മനസ്സ്. ബുദ്ധി എന്ന് പറഞ്ഞാലോ നിശ്ചയാത്മിക ബുദ്ധി. ഇതാണ് ബുദ്ധിയുടെ ലക്ഷണം. നിശ്ചയാത്മിക എന്ന് പറഞ്ഞാൽ അതോ ഇതോ മറ്റേതോ അപ്പുറത്തേതോ ഇപ്പുറത്തേതോ എന്നൊക്കെ സംശയം തോന്നണ സമയത്ത് അതല്ല ഇതല്ല മറ്റേതല്ല അപ്പുറത്തേതല്ല ഇതാണ് ഇത് എന്ന നിശ്ചയിച്ചുറപ്പിച്ച് ബോധ്യപ്പെടുത്തി തരണേ ആ അന്തഃകരണത്തിൻ്റെ പേരാണ് എന്ത്? ബുദ്ധി. മനസ്സിലായില്ലേ? അപ്പം ബുദ്ധി വെച്ചാൽ നമ്മൾ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വകതിരിവ് എന്ന് പറയാം. വകതിരിവെച്ച എന്താർത്ഥം? വിവേകം എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയുക. വിവേകം ചില ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത്, ഏതാണ് നല്ലത്, ഏതാണ് ചീത്തയായത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലതിനെ എടുക്കാനും ചീത്തയായതിനെ കളയാനും ഒരു വകതിരിവുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടതൊക്കെ വാരി കെട്ടിക്കൊണ്ടിരും. അതുപോലെ വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടാത്തത് എന്താണെന്ന് മനസ്സിലാക്കി രണ്ടിലൊരു വകതിരിവ് വെച്ച് വേണ്ടതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ ഉപേക്ഷിക്കാനും ഒരു വകതിരിവുണ്ടാവണം. അതും പ്രധാനമാണ്. ഇത് രണ്ടും ഉള്ള ആളാണ് ആര്? ഉദ്ധവര്. ഇപ്പോൾ ഉദ്ധവരുടെ യോഗ്യത മനസ്സിലായില്ലേ? ഇതാണ് ഉദ്ധവരുടെ പ്രത്യേകത. ഈ ഉദ്ധവരെ എങ്ങനെയൊക്കെ നമ്മൾ യോഗ്യതയും പഠിപ്പും അദ്ദേഹത്തിൻ്റെ മഹിമയും പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടില്ല. ആളെങ്ങനെയാണെന്നൊരു രൂപരേഖ കിട്ടിയില്ല. അത് പിന്നെയും കുറച്ചും കൂടി മുമ്പിലേക്ക് പോയാൽ നമുക്ക് കിട്ടും. ഗോപികമാരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പിടിച്ചത് വഴിയിൽ വെച്ചിട്ട്. അങ്ങനെ ആ നന്ദഗോപഗ്രഹത്തിലേക്ക് അദ്ദേഹം ദൂതനായിട്ട് വന്ന സമയത്ത് ഗോപികമാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, ദേഹം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. വഴിയിൽ ഇടവഴിയിൽ വെച്ചിട്ട് ഉദ്ധവരെ ഈ ഗോപികമാർ കണ്ടപ്പം അവരുടെ വകയൊരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കിന്നിപ്പോൾ ഒരു രണ്ടാം തരം പറഞ്ഞ മാതിരി തോന്നും. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ശരിയായ ചിത്രം നമുക്ക് കാണാൻ പറ്റുക ഈ ഗോപികമാർ കണ്ട കണ്ണെ കൂടി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഗോപികമാർ അദ്ദേഹത്തെക്കുറിച്ച് കാണുമ്പോൾ പറയും, എന്തല്ലേ ആ വരുന്ന ആളാരാത്, എന്തൊരു കേമനാണ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ആ ഗോപികമാരിങ്ങനെ പറയേനെ, ഇദ്ദേഹം ഏതൊരു യോഗ്യനാണ്, ആരായി ഭഗവാന്റെ അതേ വേഷമാണല്ലോ, അതേ സമ്പ്രദായമാണല്ലോ, അതേ അലങ്കാരമാണല്ലോ, എങ്ങനെയാ അദ്ദേഹത്തെ എവിടുന്നാ വന്നതെന്ന് എങ്ങനെയാ മനസ്സിലാവുക എന്നൊക്കെ ചോദിക്കുന്ന ഒരു പ്രത്യേക സമ്പ്രദായം അവിടെ ഈ ഉദ്ധവദൂതൻ്റെ സമയത്ത് ഗോപികമാർ അദ്ദേഹത്തെ കാണുമ്പം പറയും. അതായത് ഭഗവാന്റെ തൃപാദ ഭാവം അല്ലെ, തൃപാദദാസനായ അദ്ദേഹം ഭഗവാന്റെ അതേ അപീച്യദർശന എന്നൊക്കെയാ പറയുക. അദ്ദേഹത്തിൻ്റെ കുണ്ടലങ്ങളെ കുറിച്ചൊക്കെ പറയും. മണിമൃഷ്ട കുണ്ടല, മണിമൃഷ്ട കുണ്ടലൊക്കെ നല്ല ഒന്നാം തരം കമ്മലൊക്കെ ഇട്ട് മാലയൊക്കെ ചാർത്തി, താമരപ്പൂമാലയും ചാർത്തി, മഞ്ഞപ്പട്ട പീതാംബരം പുഷ്കരമാലിനം ലസൻ മുഖാരവിന്ദം മണിമൃഷ്ട കുണ്ടലം ആണ്. എന്താ അദ്ദേഹത്തിന്റെ വേഷഭൂഷകൾ പറയുക. അവർ ചോദിക്കുക, ഇതിസ്മ സർവാ പരിവൃരുൽസുഖാഃ തമുത്തമ ശ്ലോകപദംബുജാശ്രയം. അവരിങ്ങനെ ചിന്തിച്ചു, ആരാ ഈ വന്നിരിക്കണ മഹാൻ? കുതശ്ച കസ്യ അച്യുത വേഷഭൂഷണ, ഭഗവാന്റെ വേഷവും ഭഗവാന്റെ അലങ്കാരവും ഒക്കെയാണല്ലോ അദ്ദേഹത്തിന് ഇരിക്കണത്. ആരപ്പം അദ്ദേഹം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തെ കാണുന്ന ഒരു സമ്പ്രദായത്തിലാണ് യുദ്ധവര് മഹായോഗ്യനാണ്. നമ്മളൊരു വർണ്ണചിത്രം നമ്മൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിച്ച് രൂപപ്പെടുത്തിയ ഒരു ചിത്രം നമ്മൾക്ക് കിട്ടുന്നത്. ആ ഉദ്ധവരാണ് ഭഗവാന്റെ ഈ മുമ്പിൽ വന്ന് നിന്ന് തൊഴണത്. ഈ ഉദ്ധവരെ കുറിച്ച് പറയുമ്പം ഇപ്പം നമ്മൾ ഈ ഭാഗവതത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ബുദ്ധിസത്തമനാണെന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ കേട്ടു. ഇത് ഭാഗവതത്തിൽ മാത്രമല്ല, മഹാഭാരതം ഗ്രന്ഥത്തിലും ഈ ഭഗവാനെ പറഞ്ഞ് വർണ്ണിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ ഉള്ളവരെ കുറിച്ച് പറയുമ്പം ഉദ്ധവരെ കുറിച്ച് പറയും. ആ ഉദ്ധവരെ കുറിച്ച് പറയുന്ന സമയത്തും ഈ ഉദ്ധവരുടെ പരിചയപ്പെടുത്തുന്ന സമയത്തൊക്കെ ഉദ്ധവരെ ബുദ്ധിസത്തമനാണ് എന്നൊരു പ്രയോഗം അവിടെയും കാണാനുണ്ട്. ഇവിടെ മഹാഭാരതത്തിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ?
ഭാഗവതത്തിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ മഹാഭാരതത്തിലും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റമില്ലാത്ത സ്വഭാവമാണ്. എല്ലാവർക്കും അദ്ദേഹം ഈ മട്ടിലാണ് പ്രകാശിച്ചിരിക്കുന്നത് എന്നൊരു ചിലപ്പം ഇങ്ങനെയും ചിലപ്പം അങ്ങനെയും എന്നുള്ളൊരു മട്ടൊന്നും അദ്ദേഹത്തിനില്ല. ഉറച്ച മട്ടിൽ ബുദ്ധിയുടെ പ്രഭാവം, വിവേകം, ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാനും അല്ലാത്തതിനെ കളയാനുമുള്ള വകതിരിവ് ഇതൊക്കെയുള്ളൊരു യോഗ്യനാണ് ഉദ്ധവര് എന്ന് പറയാനും കൂടിയാണ് ഇത്രയും പറഞ്ഞത്. ആ ഉദ്ധവരാണ് ഭഗവാൻ ഇവിടുന്ന് പോവുകയായി തൻ്റെ അവതാര കഥകളൊക്കെ മതിയാക്കി സ്വധാമത്തിലേക്ക് മടങ്ങി പോവുകയാണ്. അങ്ങനെ സ്വധാമത്തിലേക്ക് മടങ്ങി പോവാനായിട്ട് പുറപ്പെട്ട സമയത്ത് ദേവന്മാരൊക്കെ വന്നു ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ഭഗവാനെ അങ്ങേ ഞങ്ങൾ നതാസ്മതേനാഥ നമസ്കരിക്കുകയാണ്. പദരവിന്ദ് ബുദ്ധീന്ദ്രിയ പ്രാണ മനോവചോഭി അങ്ങേ ഞങ്ങൾ ശരീരവാങ് മനസ്സുകളെ കൊണ്ട് അങ്ങനെ നമസ്കരിക്കുകയാണ്. ഭൂമിയിൽ വന്ന് അനവധി കാലം അങ്ങ് അവിടെ ഇരുന്ന് ഭൂഭാരം തീർത്തു, ലോകരെ അനുഗ്രഹിച്ചു. ഇനി അങ്ങ് എന്ത് വേണം? ഇവിടുത്തെ കഥകളൊക്കെ നേരെയായി വൈകുണ്ഠത്തേക്ക് മടങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന സമയത്ത് ഈ ഭഗവാൻ പറഞ്ഞു, ഉവ്വ ഞാൻ വരുന്നുണ്ട്, സംശയില്ല, മടങ്ങി പോരാറായി, അതുകൊണ്ട് ഒരു ലേശം പണിയും കൂടി ഉണ്ട് എനിക്ക്, അതും കൂടി തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞ ദേവന്മാരെ അനുഗ്രഹിച്ച ബ്രഹ്മാദി ദേവന്മാരെ പറഞ്ഞയച്ച സമയത്ത് ഭഗവാൻ ചിന്തിച്ച് ആ ഒരു ലേശം പണി എന്ന് പറയുന്നതാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ ഭഗവാൻ പോവുകയായി എന്ന് കണ്ടപ്പം ആർക്കും മനസ്സിലായില്ല പോവുകയായി എന്ന്. നാരദ മഹർഷി ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഇനി പോയി അപ്പം പണ്ടത്തെ മാതിരി വരാനും തൊഴാനും കാണാനും പറ്റില്ലല്ലോ എന്ന് കണക്കാക്കിയിട്ട് ഒന്ന് വന്നു. കുറച്ച് ദിവസം ദ്വാരകയിൽ വന്ന് താമസിച്ച് ഭഗവാനെ ഉപാസിച്ച് അവിടെ കഴിച്ചുകൂട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം പോയപ്പോഴാണ് ഈ ഉദ്ധവരെ കാര്യം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് നമസ്കരിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് പോവുകയായി എന്ന് മനസ്സിലായി. എന്താ വെച്ചാൽ ഈ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്നയതീശ്വര അതാണ്ടായത്. ഈ വിപ്രശാപം എന്ന് പറഞ്ഞിട്ട് ഇരുമ്പൊലയ്ക്ക കാരണം വംശം നശിച്ചു പോട്ടെ എന്ന ശാപം അങ്ങക്ക് വേണമെങ്കിൽ ഇല്ലാതെ കണ്ടാക്കാറുണ്ടോ? അങ്ങ് അത് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങ് ഇഷ്ടപ്പെട്ടതാണ് അതെന്നല്ലേ അർത്ഥം. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് ഇവിടുന്ന് പോവാറായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ശരിയാ, ഞാൻ ഇവിടുന്ന് പോകാൻ പുറപ്പെട്ടിട്ടുണ്ട്, അങ്ങേക്കത് മനസ്സിലായില്ലേ, നന്നായി. അപ്പം ഭഗവാനോട് പറഞ്ഞു, അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് പോകുമ്പം എന്നെയും കൂടെ കൊണ്ടുപോകണം. എന്താ വെച്ചാൽ അങ്ങ് ഇല്ലാതെ എനിക്കിവിടെ കഴിച്ചു കൂട്ടുക വിഷമാണ് എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഏയ് അത് ചെയ്യില്ല. എന്താ കാരണം? അങ്ങ് ഇവിടുന്ന് പോരാൻ പാടില്ല. ഞാൻ പോവും, ഉറപ്പാണ്. ഇന്നേക്ക് 7ാമത്തെ ദിവസം ദ്വാരക വെള്ളത്തിൽ മുങ്ങിപ്പോവും, ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യരുത്? ഈ ദ്വാരകയിൽ കഴിച്ചു കൂട്ടരുത്. എന്തു വേണം? അങ്ങ് ഞാൻ എൻ്റെ എന്ന ബുദ്ധി അഹന്താമമതകളെ ഉപേക്ഷിച്ച് ലോകത്തിൽ സർവത്ര സഞ്ചരിച്ചോളൂ. അങ്ങനെ വിചരസ്വ ഗാം എന്നാ പറഞ്ഞത്. ഭൂമിയിൽ സകല ദിക്കിലും സഞ്ചരിക്കുക. അങ്ങനെ ആത്മാരാമനായിട്ട് ഈശ്വരഭാവത്തിൽ മനസ്സും ബുദ്ധിയും ശരീരം ഉറപ്പിച്ച് വേറെ ഒരു ചിന്തയില്ലാതെ കണ്ട് ആ ഏക മനസ്സായിട്ട് അങ്ങ് സഞ്ചരിച്ച് ബദരിയിൽ വന്നിരുന്ന് എന്നെ ഭജിച്ച് എന്നെ പ്രാപിക്കും. ഇത്രയും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉദ്ധവര് ഈ കാര്യം കേട്ടപ്പോൾ ഉദ്ധവര് ഭഗവാനോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞത് ശരിയാക്കി മനസ്സിലായി, പക്ഷേ ഒരു സംശയമുണ്ട്. എന്താ സംശയം എന്നാണെങ്കിൽ, ഈ ഞാൻ എൻ്റെ എന്നുള്ള ബുദ്ധി എങ്ങനെ പോവും? അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ. എന്താ കാരണം? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഠസ്ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ചസ. എങ്ങനെയത് പോവുക? ഇല്ലേ, അതൊന്ന് പറഞ്ഞു തരണം. അതുകൊണ്ട് എന്ത് വേണം? സംസാധയാമി ഭഗവൻ അനുശാധി ഭൃത്യം. അതുകൊണ്ട് അങ്ങയുടെ തൃപ്പാദത്തെ ആശ്രയിച്ചിരിക്കണം ഈ ഭൃത്യനെ. അങ്ങ് ആ വിദ്യ പറഞ്ഞു തന്നൊന്ന് അനുഗ്രഹിക്കണം. എന്താ കാരണം ചോദിച്ചാൽ, ഈ ഞാൻ എൻ്റെ എന്നുള്ള ബുദ്ധി കളയാൻ വലിയ പാടാണ്. അതുകൊണ്ട് അതൊന്ന് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞപ്പം ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ ഉദ്ധവർക്ക് അതിനുള്ള വിദ്യ യദുമഹാരാജ്യവും ദത്താത്രേയ ഭഗവാനും കൂടി ഉണ്ടായതായ സംവാദം 24 ഗുരുനാഥന്മാരുടെ സമ്പ്രദായത്തിൽ 24 1 25 ഗുരുനാഥന്മാരുടെ വിഷയമായിട്ട് പറഞ്ഞ് ഉപസംഹരിച്ചു. അവിടെ നിന്ന് തുടങ്ങിയതാണ് എന്ത്? യുദ്ധവരും ഭഗവാനും കൂടി ഉള്ള ഈ സംവാദം. അത് പറഞ്ഞു വന്നു. പല ജാതി ശാസ്ത്രങ്ങൾ, ഭക്തി, ജ്ഞാനം, വിരക്തി, സാഖ്യം, യോഗം എല്ലാത്തിനെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. ഭഗവാനെ ധ്യാനിക്കണത് പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ മനസ്സ് ഉറപ്പിക്കണമെങ്കിൽ വേണ്ടതായ അനാസക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഈ പോന്ന ലോകത്തിൽ ആസക്തിയായിട്ട് നടന്നിട്ട് കഷ്ടത്തിലായിട്ടുള്ളതായ ആ ബ്രാഹ്മണന്റെ കഥ, ഭിക്ഷുവായിട്ട് തീർന്ന പിന്നീടുണ്ടായ കഥ, അവന്തി ദേശത്തെ ബ്രാഹ്മണന്റെ കഥ, അത് പറഞ്ഞു കൊടുത്തു. അതിന്
അതിന് ശേഷം പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ പറഞ്ഞ് നേരെയാക്കിയാലും ഈ സംസർഗം നന്നാവാതെ കണ്ട് വന്നാൽ പിന്നെ നേരെയാവില്ല എന്ന് കാണിക്കാനായിട്ട് പുരൂരവസിൻ്റെ കഥയും ഉർവശിയായിട്ടുള്ള കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അത് നമ്മൾ കേട്ടുമല്ലോ, അപ്പോൾ കുറച്ച് നേരത്തെ കേട്ടില്ലേ. അപ്പോൾ പുരൂരവസും ഉർവശിയും കൂടിയിട്ട് അങ്ങനെ ആ ഒരു ലോകഭ്രമത്തിൽ ആ ലൗകിക വിഷയങ്ങളിലൊക്കെ ഭ്രമിച്ച് കഷ്ടത്തിലായിട്ട് നടന്ന അദ്ദേഹവും വലിയ വിഷമത്തിൽ പെട്ടു. ഒടുക്കാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ത്, അയ്യോ വലിയ വിഡ്ഢിത്തരത്തിലാണ് ചെന്ന് ചാടിയതെന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്തി നേരെയാക്കി അദ്ദേഹം നേരെയായി. പുരൂരവസ്. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ നമ്മൾ വലിയ ആളാണ്, വിവരമുള്ള ആളാണ്, പഠിപ്പുള്ള ആളാണ്, വലിയ ഭക്തനാണ്, ഉപാസകനാണ് എന്നൊക്കെ വിചാരിക്കും. നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എപ്പോഴാ കുഴിയിൽ വീഴുക എന്നൊന്നും പറയാൻ പറ്റില്ല. കുഴികൾ ഇങ്ങനെ മുമ്പിലുണ്ടാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും മുമ്പിലേക്ക് നോക്കി ശ്രദ്ധിച്ച് നടക്കണം. കഷ്ടത്തിലാവാൻ വലിയ വലിയ എളുപ്പമാണേ കഷ്ടത്തിലാവും. ഇപ്പം നമ്മൾ അക്രൂര പണ്ടൊരു മഹായോഗിനെ എന്തൊക്കെ കേമായിട്ട് അദ്ദേഹം ഭഗവാനെ കൊണ്ടാടിയത് കണ്ടിട്ടില്ലേ. എന്നിട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സെമന്തകമണിയുടെ കേസിലൊക്കെ പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തൊക്കെ കേട്ടിട്ടില്ലേ. സെമന്തകമണിയുടെ കഥ കേട്ടിട്ടില്ലേ. അതിൽ അക്രൂര എന്താ നമ്മൾ കണ്ടത്, എങ്ങനെയാണ് കണ്ടത്? അപ്പം അതെന്താ വെച്ചാൽ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ആളുകൾക്ക് മാറ്റം എന്ന് തോന്നും. മാറ്റം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആളാണ്, നല്ല വിവരമുള്ള ആളാണ്, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് ഊണ് കഴിക്കണതിൻ്റെ മുമ്പൊക്കെ ഭാഗവതം വായിക്കുന്ന ആളാണെന്നൊക്കെ പറയും. നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പതനത്തിന് സാധ്യതയുണ്ട്. എത്ര വലിയ ആളാണെങ്കിലും നടക്കുമ്പോൾ ചിലപ്പോൾ വീഴാനൊക്കെ തട്ടിത്തറിഞ്ഞ് വീഴാനൊക്കെ തട്ടിത്തറിഞ്ഞ് വീഴില്ല. ഇയാൾ ഇനി തട്ടിത്തറിഞ്ഞ് വീഴയില്ല എന്നൊരാൾക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല. അടി തെറ്റിയാൽ ആനയല്ല ആരായാലും വീഴും, സംശയമൊന്നുമില്ല. അപ്പം ഈ അടി എപ്പോഴാണ് തെറ്റുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ലോകവിഷയങ്ങളെ, ഇപ്പം ഉർവശിയുടെയും പുരൂരവസിൻ്റെയൊക്കെ കഥ ലോക വിഷയങ്ങളാണല്ലോ. ആ ലോകഭ്രമങ്ങളിൽ പെട്ട കൂട്ടരെയൊക്കെ അവിടെ നിന്നൊക്കെ നേരെയൊക്കെ എടുക്കാനായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. ഒടുക്കം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എന്താണെന്നറിയോ ഉദ്ധവരെ, അങ്ങ് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ നേരെയാണ്. ഒക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു, ധരിച്ചു, അറിഞ്ഞു, വേണ്ട മാതിരിയൊക്കെ ഉറപ്പിച്ചു. പക്ഷെ എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മുടെ ഈ കണ്ണ് അല്ലെങ്കിൽ ദൃഷ്ടി, നമ്മുടെ ഈ സമ്പ്രദായം എപ്പോഴും പുറത്തേക്കാണ്. ഈ പുറത്തേക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. ഇന്ദ്രിയങ്ങൾ, കണ്ണൊക്കെ എപ്പോഴും പുറത്തേക്കാണ്. നമ്മളിപ്പം നമ്മുടെ കഥകളൊന്നും കാണൂല്ല, കേൾക്കൂല്ല, ഒന്നുമില്ല. മറ്റുള്ളവൻ്റെയൊക്കെ നമ്മൾ കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും, അറിയുകയും ചെയ്യും. നമ്മുടെ ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും കുറ്റവും കുറവും കാണുന്നത്. ഇല്ല, എല്ലാവരുടെയും കുറ്റവും കുറവും കാണുന്നത് ഈ കണ്ണുണ്ടല്ലേ. പക്ഷെ ഈ കണ്ണിൽ എന്തെങ്കിലും പോയാൽ, ഒരു പൊടി പോയാൽ ആര് കാണണം? നാട്ടുകാർ കാണണം. നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൽ പോയ പൊടി നമ്മൾക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. എത്ര വലിയ യോഗ്യനായ കണ്ണുള്ള ആളാണെങ്കിലും നമ്മുടെ കണ്ണിൽ പോയ പൊടി കാണണമെങ്കിൽ വേറെ വല്ലവരും വന്ന് നോക്കിയാലേ അത് കാണുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ പോരായ ഉണ്ടല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തു വേണം, മറ്റുള്ളവരുടെ കഥകളൊന്നും നോക്കി നടക്കാൻ നിൽക്കണ്ട. അവനവൻ്റെ കഥകളെ നോക്കിക്കോളൂ, അവനവനെ തിരുത്തിക്കോളൂ, നേരെയാക്കിക്കോളൂ. മറ്റുള്ളവരെ ഒന്നും നന്നാക്കാനൊന്നും പുറപ്പെടണ്ട. ഒരുത്തനും നന്നാവില്ല. വെറുതെ എന്തിനാ ഈ നിഷ്ഫലായ പ്രവൃത്തിക്ക് പുറപ്പെടുന്നത്? അങ്ങനെ പറയുമ്പോൾ ഒരു വിഷമം തോന്നൂല്ലേ? ഇപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ തോന്നിയില്ലേ? വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താ കാരണം എന്ന് പറയും, ആർക്കും ആരെയും നന്നാക്കാൻ പറ്റില്ല. അതെവിടെയെങ്കിലും എഴുതി വെച്ചോളൂ നോട്ട് പുസ്തകത്തിൻ്റെ വക്കത്ത്. കുറച്ച് സമാധാനം ഉണ്ടാവും. എന്താ കാരണം, നമ്മൾ രാവിലെ തുടങ്ങി നമ്മുടെ പരിപാടി തന്നെ എന്താണ്? മറ്റുള്ളവരെ നന്നാക്കലാണ്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ നന്നാക്കാതെ നമുക്കൊരു സുഖം കിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ പണി ആദ്യം അങ്ങോട്ട് നിർത്തുക. എന്ത്? മറ്റുള്ളവരെ നന്നാക്കൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആർക്കും ആരെയും നന്നാക്കാൻ പറ്റില്ലേ. 10 മാസം ഗർഭത്തിൽ ചുമന്ന് പെറ്റ് വളർത്തിയിട്ടുള്ള മകനെ പോലും നന്നാക്കാനും നേരെയാക്കാനൊന്നും ആർക്ക് പറ്റില്ല. അമ്മയ്ക്ക് പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് അമ്മയുടെ കുറവും അച്ഛൻ്റെ പോരായും അമ്മാവൻ്റെ കഴിവില്ലായും ഒന്നുമല്ല. എന്താ വെച്ചാൽ അവനവന് നന്നാവണം എന്ന് തോന്നാത്തിടത്തോളം കാലം ഏത് മഹാത്മാവ് വന്ന് എന്ത് വിദ്യ തന്നാലും ഒരു ഫലവും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ കുളങ്ങളില്ലേ, കിണറില്ലേ, എത്ര കുളിമുറികൾ പൈപ്പും കുഴലും സോപ്പും പല ജാതി സംവിധാനങ്ങളുമായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കണോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒപ്പനെ നാറിയിട്ട് നടക്കാൻ വയ്യ. എന്താ കാരണം? നാറ്റം സഹിക്കാൻ വയ്യ. നമ്മൾ കുളം കാണിച്ചു കൊടുത്തു, കിണർ കാണിച്ചു കൊടുത്തു, പൈപ്പും സോപ്പും കുളിക്കാനുള്ള സൗകര്യം കുളിമുറികളൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷെ നാറ്റത്തിനൊരു കുറവുമില്ല. എന്താ വെച്ചോ, കുളം ഉണ്ടായിട്ടും കാര്യമില്ല, കിണറുണ്ടായിട്ടും കാര്യമില്ല, പുഴ ഉണ്ടായിട്ടും കാര്യമില്ല. ഇനി അതല്ല, എത്ര വലിയ സംവിധാനത്തിൽ കുളിമുറി ഉണ്ടായിട്ടും സോപ്പ് ഉണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും ഒരു ഫലവും ഇല്ല. നാറണോന് തോന്നണം എന്ത്? ഇതെൻ്റെ നാറ്റം പോക്കാനുള്ള ഉപായമാണ്, അതിനെ ഉപയോഗിക്കണം എന്ന് തോന്നാത്തിടത്തോളം കാലം കുളവും കിണറും പുഴയും ഈ കുളിമുറികളും സോപ്പും ഒക്കെ ഇല്ലാത്ത ഫലമാണ് ആർക്ക്? ഇവന്. അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആരെയും നന്നാക്കാനൊന്നും നമ്മൾ പുറപ്പെടണ്ട. എന്തേ വേണ്ടു?
ലോകത്തിൽ ആരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ലേ? ലോകത്തിൽ ഒരുത്തനെയും നന്നാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ലോകത്തിൽ ഒരുത്തനെയും നന്നാക്കാൻ പറ്റില്ല വെച്ചാലും ഒരുത്തനെ നമുക്ക് നന്നാക്കാം, ഒരാളെ നന്നാക്കാം. അതാരെയാ? മൂത്ത മകനെയോ? തോന്നണില്ല നന്നാവുന്നു. അതിനെയൊന്നും നന്നാക്കാൻ പറ്റില്ല. ഏതിനെയാണെന്നറിയോ? ഒന്നിനെ നന്നാക്കാം. അതാരെയാണെന്നറിയോ? അവനവനെ. അതന്നെ എത്ര കാലമായി നന്നാക്കണു. എന്നാൽ തന്നെ ഇപ്പം എത്രയും നന്നായത്. ശരിയല്ലേ? ഇത് ചിലപ്പം നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം പിടിക്കില്ല. അങ്ങനെ പറയില്ല ആളുകൾ. എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം പിടിക്കില്ല എന്ന് നമ്മൾ തന്നെ പറയണു വെച്ചാൽ നമ്മുടെ കൂടെ നടക്കണവരെയൊക്കെ എന്തൊക്കെ സമ്മാനം കൊടുത്ത് ആദരിക്കണമല്ലോ. ഇത്രയും കാലമായിട്ട് നമ്മുടെ കൂടെ നടക്കണില്ല. ഇതൊക്കെ സഹിച്ചിട്ട് ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് നമ്മുടെ കൂടെ നടക്കണില്ല. നമുക്ക് തന്നെ നമ്മൾ സ്വഭാവം പിടിക്കണില്ല. അപ്പോൾ മറ്റയാളുടെ കാര്യം എന്താവും? ശരിയല്ലേ? ഇത് അർത്ഥം അവനവനെ പരിഷ്കരിക്കാനും അവനവനെ നേരെയാക്കാനും ആണ് ശാസ്ത്രങ്ങൾ. അല്ലാതെ എന്തിനല്ല? ലോകരെ നന്നാക്കാനും നേരെയാക്കാനും അല്ലെങ്കിൽ അവരെ പരിഷ്കരിക്കാനും അല്ല. ഇതുകൊണ്ടൊക്കെ നമ്മൾ അതാണ് ഉദ്ധവരോട് അതാ പറഞ്ഞത്. അങ്ങ് എന്ത് ചെയ്യരുത്? അങ്ങ് ഈ പുറത്തേക്ക് നോട്ടൊക്കെ മതിയാക്കിയിട്ട് അകത്തേക്ക് നോക്കൂ. എന്താ പറയുന്നത്? പരസ്വഭാവകർമാണി ന പ്രശംസേൽ ന ഗർഹയേൽ. മറ്റുള്ളവരുടെ സ്വഭാവത്തിനെയും പ്രവൃത്തിനെയും നിന്ദിക്കാനും സ്തുതിക്കാനൊന്നും പോണ്ട. ഇതെന്നെ മുമ്പൊരിക്കൽ പറഞ്ഞത്. നാഹം നിന്ദേ ന ചസ്തൗമി സ്വഭാവ വിഷമം ജനം. സ്വഭാവം കൊണ്ട് വിഷമം ചെന്തർത്ഥം? മലയാളത്തിലെ വിഷമല്ല. വിഷമം എന്ന് പറഞ്ഞാൽ സമല്ലാത്തത് എന്നർത്ഥം. ഒരാളുടെ സ്വഭാവത്തിന് സമല്ലല്ലോ മറ്റേയാളുടെ സ്വഭാവം, വ്യത്യാസമല്ലേ? ഇതുപോലെയാണ്. അപ്പോൾ സ്വഭാവം കൊണ്ട് പല വിധത്തിലായിട്ടിരിക്കണ ആളുകളുടെ അതിനെ നമ്മൾ അത് കേമാണ്, ഇത് മോശമാണ്, അത് കുറെ കേമായി, ഇത് കുറെ മോശം, അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ കാരണം? നാഹം നിന്ദേ ന ചസ്തൗമി. ഞാൻ നിന്ദിക്കാനും സ്തുതിക്കാനും പോണില്ല. എന്താ കാരണം? സ്വഭാവ വിഷമം ജനം. ലോകം പല ജാതിയാണേ, അതുകൊണ്ട് പറയാൻ അതിന് പുറപ്പെടണ്ട. അത്രയും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുകയും ചെയ്തു. അങ്ങ് അതൊക്കെ മനസ്സിലാക്കി ആ പുറത്തേക്കുള്ള ദൃഷ്ടിയെ അകത്തേക്ക് തിരിക്കുക. അകത്തേക്ക് തിരിക്കുമ്പോഴേ നമ്മൾക്ക് എന്തെങ്കിലും കാണാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുള്ളൂ. പുറത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാനൊന്നുമില്ല. ഇങ്ങനെ കാണുന്നത് എത്ര കാലമായി കാണണോ? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതാണല്ലോ പണ്ട് ധ്രുവകുമാരൻ തപസ് ചെയ്തു. ധ്രുവകുമാരൻ തപസ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ആര് വന്നു? ഭഗവാൻ വന്നു. ഭഗവാൻ വന്ന് നോക്കിയപ്പം ഈ കുട്ടി കണ്ണ് തുറക്കണില്ല, ഇങ്ങനെ കണ്ണടച്ചിരിക്കുക. ഭഗവാൻ പക്ഷെ കുറച്ച് നേരമായി വന്ന് നിൽക്കണോ? തുറക്കണില്ലേ? അല്ലെ മുമ്പിൽ ഇങ്ങനെ ഭഗവാൻ വന്ന് നിന്നിട്ടും തുറക്കണില്ല. എന്താ കാരണം? അകത്ത് ഈ സ്വരൂപം ഇങ്ങനെ കാണുകയാണേ, അതുകൊണ്ട് പുറത്തേക്ക് നോക്കണില്ല. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തു? അകത്തിരിക്കുന്ന സ്വരൂപത്തിനെ ഒന്നങ്ങോട്ട് മറച്ചു. അപ്പോൾ ഉണ്ണി കണ്ണ് തുറന്നു. അപ്പോൾ ആരെ കണ്ടു? പുറത്ത് ഭഗവാനെ കണ്ടു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ അകത്ത് കാണുന്നവർ പുറത്തേക്ക് നോക്കില്ല. എങ്ങനെയാണ്? അകത്ത് ഭഗവാനെ ഇങ്ങനെ കാണണ കൂട്ടര് പുറത്തേക്ക് നോക്കില്ല. ഈ മഹർഷിമാരൊക്കെ കണ്ടിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരിക്കണത്? എന്താ കാരണം? അവർ ഈ അകത്തെ ഭഗവാൻ ഇങ്ങനെ സദ്യ കാണുകയാണേ, അതുകൊണ്ടാണ് കണ്ണടച്ചിരിക്കുന്നത്. നമ്മളൊക്കെ വെച്ചാൽ എന്താ ചെയ്യുക? നമ്മളൊക്കെ എപ്പോഴും പൂമുഖത്തിരുന്ന് പഠിപ്പരേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. എന്ത് നോക്കണു? എത്ര കാലമായി നോക്കാൻ തുടങ്ങിയിട്ട് എന്താ കണ്ടത്? ഒന്നും കാണാണ്ടാവില്ല. വല്ല നായയെ പൂച്ചയൊക്കെ പോണ്ട് കാണാന്നല്ലാതെ ഒന്നുമില്ല. അപ്പോൾ പുറത്തൊക്കെയാണ് നമ്മുടെ ദൃഷ്ടി. ഋഷിമാരുടെ ദൃഷ്ടി അകത്തൊക്കെയാണ്. അതുകൊണ്ടാണ് അവരെപ്പോഴും കണ്ണടച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ചിലരൊക്കെ ഉണ്ടാവും എപ്പോഴും കണ്ണടച്ചിരിക്കണവർ. അത് അകത്ത് കാണുമെന്ന് അതിൽ ഉറങ്ങുക കൂട്ടും. തെറ്റിദ്ധരിക്കരുത്. രണ്ട് വേറെ സാധനമാണ്. ഒന്ന് കണ്ടിട്ട് മറ്റേതാണെന്ന് വിചാരിച്ചന്തല്ലാണ്ട് ആവരുതെന്നാണ് പറഞ്ഞത്. ഉറങ്ങണവരും ഉണ്ട്, അകത്ത് കാണണവരും ഉണ്ട്. ധ്യാനവും ഉറക്കമൊക്കെ കണ്ട ഏതാണ്ട് ഒരുപോലെ തോന്നുമെങ്കിലും വിവരമുള്ളവർക്ക് കണ്ടാലൊക്കെ മനസ്സിലാവും. ഇതാണ് വ്യത്യാസം. അപ്പം ഇവിടെ എന്താ ചോദിച്ചാൽ ആ ഉദ്ധവരെ ഈ വിധം ഒക്കെ രൂപപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ ഉദ്ധവര് ഭഗവാനെ വീണ്ടും തൊഴുതു. ഇത് ചോദിച്ചു, ഭഗവാനെ അങ്ങപ്പം എനിക്ക് എന്തൊക്കെയാ പറഞ്ഞു തന്നത്? സുദുശ്ചരാമി മാം മന്യേ യോഗചര്യാം അനാത്മന യത് അഞ്ജസാ പുമാൻ സിദ്ധ്യേൽ തന്മേ ബ്രൂഹ്യഞ്ജസാ ശ്യുത. ഭഗവാനെ ഈ യോഗമൊക്കെ സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്തല്ല? എളുപ്പമല്ലേ? അതിനൊക്കെ കുറച്ച് പാടുപെടണം. അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണേ, എന്താ ഇപ്പം ഈ സംസാര ദുരിതത്തെ കറന്ന് കയറി പോകാനുള്ളൊരു വിദ്യ? അതിനെന്താ ഒരു നിവൃത്തി? ഞാൻ അങ്ങോട്ട് ചോദിക്കുക, എന്താ വെച്ചാൽ അങ്ങയുടെ തൃപ്പാദത്തിലാണ് ഈ ലോകര ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്ന് അങ്ങയുടെ കാൽക്കൽ കുമ്പിട്ട് തൊഴുതിട്ടാണ് നന്മയുണ്ടാക്കിയിട്ട് പോണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതേ, അങ്ങനെ എനിക്ക് അതിനൊന്ന് വേണ്ടത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പം അതിന് മറുപടിയായിട്ട് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു. ഉദ്ധവര് ചോദിക്കുമ്പോഴേക്ക് തന്നെ ഉത്തരം ആരുടെ കയ്യിലുണ്ട്?
ഭഗവാന്റെ കയ്യിലുണ്ട്. ഉദ്ധവർ ഇത്യുദ്ധവേന ആണ്. ഉദ്ധവർ ഇങ്ങനെ ചോദിച്ചു. എങ്ങനെയുള്ള ഉദ്ധവര്? അത്യനുരക്തത ചേതസ. ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണേ. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ ഉദ്ധവർ ഇങ്ങനെ ചോദിച്ചപ്പം പൃഷ്ടോ ജഗൽ ക്രീഡനകസ്വശക്തിഭി ഗൃഹീതമൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാദ സപ്രേമ മനോഹരസ്മിത. അപ്പൊ ഭഗവാൻ ഈ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്നറിയൂ? അതാ പ്രത്യേകത. ജഗാദ പറഞ്ഞ പറഞ്ഞു. എന്താ പറഞ്ഞത്? സപ്രേമ മനോഹരസ്മിത എന്നാണ്. അത് വല്ലാത്തൊരു വർത്തമാനാണ്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല. എന്താ കാരണം? മുഖമൊക്കെ വല്ലാണ്ട് ഇട്ടവേ ദേഷ്യം കൊണ്ട് നമുക്കിത് പറഞ്ഞു തരണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾക്ക് മുഷിഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞുതരൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെയും ചോദിക്കാൻ തോന്നും. നല്ല ഗുരുനാഥന്മാരങ്ങനെയാണ്. എന്താ വെച്ചാൽ അതിന് ശാസ്ത്രങ്ങളിൽ വാൽമീകി രാമായണത്തിലൊക്കെ പറയും അഭിഗമ്യത എന്നാ പറയുക. എന്താ പേര്? അഭിഗമ്യത. എന്താ ഈ അഭിഗമ്യത എന്ന് പറഞ്ഞാൽ? അഭിഗമ്യത എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ ഗുരുനാഥൻ്റെ അടുത്തേക്ക് നേരെ ചെല്ലാനും നമസ്കരിക്കാനും അദ്ദേഹത്തോട് അറിവില്ലായി ഉണ്ടെന്ന് പറയാനും അദ്ദേഹത്തിൻ്റെ മഹിമേല അറിവില്ലായി തീർക്കാനും വേണ്ടതായ സൗകര്യം, അതിനനുസരിച്ച മനസ്സും പ്രാപ്തിയും അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്ത് പറയുക? അഭിഗമ്യന്മാർ എന്ന് പറയും. അഭിഗമ്യന്മാർ നമുക്ക് ചെന്ന് ചോദിക്കാം, ആദ്യം അങ്ങനെ ഒരു വിഷമമുണ്ട് എനിക്ക്, അങ്ങൊന്നും എനിക്ക് പറഞ്ഞു തരുമോ? ഓ, അതിനെന്താ പറഞ്ഞു തരാമല്ലോ, അവിടെ ഇരുന്നോളോ, അടുത്തിരുത്തി വേണ്ടത് പറഞ്ഞു. അത്തരക്കാരെ നമ്മൾ എന്ത് പറയും? അഭിഗമ്യന്മാർ എന്ന് പറയും. വേറെ ചിലരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ ചോദിച്ചത് എന്താ, കേട്ടത് എന്താ, ഇപ്പോൾ എങ്ങടാ പോണ്ടേന്ന് തന്നെ നിശ്ചലേണ്ടിയാവും. പലതും പറഞ്ഞ് വട്ടം തിരിക്കേ, അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചോദിക്കാൻ വരില്ലല്ലോ. അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞത് സപ്രേമ മനോഹരസ്മിത, വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ. സ്നേഹവും വാത്സല്യം മാത്രമല്ല, അപ്പം ഈ സ്നേഹവും വാത്സല്യമായിട്ട് ഇരിക്കണു. ഉള്ളിൽ അതൊക്കെ ഉണ്ട്, പുറത്തേക്കാണെങ്കിലോ മനോഹരസ്മിത, ഭംഗിയുള്ള പുഞ്ചിരിയുണ്ട്. ഒരാള് നല്ല മനോഹരമായിട്ട് പുഞ്ചിരിച്ചും കൊണ്ടൊരു വർത്തമാനം പറയുമ്പം നമുക്കത് കേൾക്കാൻ എന്ത് തോന്നും? ഒരു ഇഷ്ടം തോന്നും, താല്പര്യം തോന്നും. ദേഷ്യത്തോടെ പറയുമ്പോൾ നമ്മുടെ ചെവി പുറത്തേക്ക് ആയതുകൊണ്ട് കേൾക്കും ചാലും കേൾക്കണമെന്ന് തോന്നില്ല. വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ ഭഗവാൻ പറയുന്നത് കേട്ടാൽ പിന്നെയും കേൾക്കണം എന്ന് തോന്നും. അങ്ങനത്തെ വർത്തമാനമാണ്. അതാണ് സപ്രേമ മനോഹരസ്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയണമെന്ന് അറിയോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാനെന്ന് അറിയിക്കാനും കൂടിയാ. എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആദ്യം ചിരിച്ചും കൊണ്ട് അമ്പലത്തേക്ക് പോകണ വഴി ഏതാ, അമ്പലത്തേക്ക് വന്ന് നിൽക്കട്ടോ ഞാൻ പറയാം, എന്നിട്ട് നല്ലോണം ചിരിച്ചും കൊണ്ട് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാവും. അപ്പോൾ അദ്ദേഹം വിഷമിക്കാതെ എവിടെ എത്തും? അമ്പലത്തിലേക്ക് എത്തും. എന്നിട്ട് അമ്പലത്തിലെത്തി അദ്ദേഹം വീണ്ടും നമ്മളെ സ്മരിക്കും. എന്നിട്ട് പറയും, ഓ ആ തിരുമേനി അവിടുന്ന് പറഞ്ഞു തന്നു, വലിയ കാര്യമായിട്ട്, എത്ര നന്നായിട്ട് ആ വഴി പറഞ്ഞു തന്നതിൽ ലവലേശം തെറ്റിയില്ല, ഇവിടെ എത്തി ഞാൻ എന്ന് പിന്നെയും സ്മരിക്കും. സാധാരണ നമ്മൾ അങ്ങനെ സ്മരിക്കാത്തതാണ്. ഇദ്ദേഹത്തെ വീണ്ടും സ്മരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ആ സപ്രേമ മനോഹരസ്മിത അങ്ങനെ പറഞ്ഞു കൊടുത്തു. രാമനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകം രാമായണത്തിൽ വാൽമീകി പറയും സർവ്വഭിഗത സദ്ഭി. എപ്പോഴും ആർക്കും ഭഗവാന്റെ അടുത്ത് ചെന്ന് ആശ്രയിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുള്ള ഒരു സൗകര്യം ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവരെ അങ്ങ് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടോ? ഈ സംസാര ദുരിത ക്ലേശങ്ങളും മരണഭയം മുതലായതും തീരാനുള്ള വിദ്യ എന്ന് പറഞ്ഞത് എന്ത്? ഹന്തത്തെ കഥയിഷ്യാമി മമ ധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാചരൻ മർത്യോ മൃത്യും ജയതി ദുർജയം. അതാണ് എൻ്റെ പ്രത്യേകത. പറഞ്ഞു ഹന്തതേ കഥയിഷ്യാമി. ഇത്രയും നേരം പറഞ്ഞു കൊടുത്തു കുറേ, ഇനിയിപ്പോൾ പറയാൻ പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടാൽ എന്താ ഉണ്ടാവണത്? യാൻ ഈ പറയണതായ ഭാഗവത ധർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി ആചരന് എന്നാ പറഞ്ഞത്. ആ പ്രയോഗം നടിയിൽ വരച്ചോളൂ. പുസ്തകത്തിൽ വരയ്ക്കാൻ കേട്ടോ. അങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ വരയില്ലാത്ത പേജ് ഉണ്ടാവില്ല, വരയില്ലാത്ത വരി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വരച്ചോളൂ എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും. വരയ്ക്കാൻ നിൽക്കണ്ട, ശ്രദ്ധയിൽ വെച്ചോളൂ എന്ന് അതിൻ്റെ അർത്ഥം. പറഞ്ഞത് എന്താണെന്നറിയോ? യാൻ ഈ ഭാഗവത ധർമ്മങ്ങളെ ആരാണോ ശ്രദ്ധയോട് കൂടിയിട്ട് ആചരന് എന്നാ പറഞ്ഞത്. എന്താ പ്രയോഗം എന്നുവെച്ചാൽ എന്താ? ശ്രദ്ധയോടെ കേൾക്കണവൻ, അല്ലെങ്കിൽ ശ്രദ്ധയോടെ പറയണവൻ, അല്ലെങ്കിൽ ശ്രദ്ധയോടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണവൻ, എന്നിട്ട് ആ നോട്ട് പുസ്തകം തലേനയുടെ അടിയിൽ വെച്ച് ഉറങ്ങണവൻ എന്നൊന്നും അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? യാൻ ഈ ധർമ്മങ്ങളെ ആരാണോ ശ്രദ്ധയാ ആചരന്, ശ്രദ്ധയോടെ ആചരിക്കണത്. പ്രത്യേകം ധരിക്കണം കേട്ടോ. എപ്പോഴും നമുക്ക് ആരെന്ത് പറഞ്ഞു തന്നാലും അതൊന്നും വേണ്ട മാതിരി ആയിക്കൊള്ളണം എന്നില്ല. എന്താ കാരണം? പറഞ്ഞത് കേൾക്കുക എന്നല്ലാതെ അത് പഞ്ചസാര 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 എന്ന് 1008 തവണയോ ഇനി 2008 തവണയോ ഇനി 1,00,000 തവണയോ പറഞ്ഞതുകൊണ്ടൊന്നും വായൽ എന്ത് തോന്നില്ല?
ഇതാരും അനങ്ങാത്തത്? തോന്നുമോ? മധുരം തോന്നുമോ? തോന്നില്ല. ഇനി ലക്ഷമല്ല കോടി തവണ പഞ്ചസാര പഞ്ചസാര എന്ന് പറഞ്ഞതുകൊണ്ടും വായയിൽ എന്ത് തോന്നില്ല? മധുരം തോന്നില്ല. നീ പഞ്ചസാര പഞ്ചസാര എന്ന് 1000 തവണയോ ലക്ഷം തവണയോ കോടി തവണയോ ഒന്നും പറയണ്ട. ആ ഒരു ലെവലേശം ഭരണിന്നൊരു ലേശം പഞ്ചസാര തരി എടുത്തിട്ട് നാവിൻ്റെ മുകളിൽ വെച്ച് മിണ്ടാൻ്റെ അവിടെ ഇരുന്നോളൂ. എന്ത് തോന്നിക്കോളും? മനസ്സിലായില്ലേ? അപ്പം ഈ കേട്ടറിവ് എന്നും കേട്ടറിവാണ്. അത് അനുഭവമാവുമ്പോഴേ നമ്മൾക്ക് നമ്മുടേതാവുള്ളൂ. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ വൈകുന്നേരം അമ്പലത്തിലൊക്കെ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ തീയും വിളക്കൊക്കെ ഉണ്ടാവില്ല. അപ്പം അമ്മ എപ്പോഴും പറയും തീ കൈ പൊള്ളും കൈ പൊള്ളും കൈ പൊള്ളും കുട്ടി കൈ പൊള്ളും പറയും. നമുക്ക് വല്ല വിവരമുണ്ടോ? അന്നും ഇല്ല, ഇന്നും കഷ്ടിയാണ്. എന്നാലും കൈ പൊള്ളും എന്നിങ്ങനെ പറയും. പറഞ്ഞ കേൾക്കില്ലേ? അമ്മയച്ച പറഞ്ഞും എടുത്തു. ഒരു ദിവസം വിളക്കിൻ്റെ കത്തിച്ച് വെച്ച വിളക്കിൻ്റെ അടുത്തേക്ക് ചെന്നു, അതിൻ്റെ തിരിയുമിൽ തൊട്ടു, കൈ പൊള്ളി. പിന്നെ ഇന്നേ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പിന്നെ നമ്മൾ തൊടാൻ പോയില്ല. എന്താ കാരണം? എത്ര 1000 തവണയിലധികം അമ്മ പറഞ്ഞിട്ടുണ്ട് വെച്ചാലും അതിനേക്കാളും കേമായി ഒരു തവണ ഈ സാധനം ഒന്ന് തൊട്ടം. അപ്പം എത്ര കേട്ടാലും പഠിച്ചാലും മനസ്സിലാക്കിയാലും ഉണ്ടാവണ അറിവൊക്കെ നല്ലതാണ്. എന്നാലും അനുഭവിക്കണേ ആ ബോധ്യത്തോളം അതൊന്നും വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആചരിക്കുമ്പോഴേ ധർമ്മാവുള്ളൂ, കേൾക്കുമ്പം ധർമ്മാവില്ല. അതുകൊണ്ട് മഹാഭാരതത്തിൽ പറയും, എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ലേ പറഞ്ഞത്? ആചാര പ്രഭവോ ധർമ്മോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആചാര പ്രഭവോ ധർമ്മോ. ആചാരം കൊണ്ട് എന്തുണ്ടാവുള്ളൂ? ആചാരം എന്ന് പറഞ്ഞാൽ ആചരിക്കുക പറഞ്ഞാൽ നമ്മൾ അനുഷ്ഠിക്കുക, നമ്മൾ സ്വയം ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ സത്യം പറയണം എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിങ്ങനെ ഉറക്കെ മൈക്കിൽ കൂടി വിളിച്ച് പറയേണ്ട കാര്യമില്ല. വിളിച്ചാകുമ്പോൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ മതി. എന്ത് സത്യം അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ മതി. നമ്മളിത് നാട്ടുകാരോട് വിളിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതന്നെ. പക്ഷെ നമ്മൾ നാട്ടുകാരോട് വിളിച്ച് പറയും, നമ്മളത് അത് ബുദ്ധിമുട്ട്. അപ്പം ആചരിച്ച് വരുമ്പോൾ എന്തായി? അദ്ദേഹം സത്യനിഷ്ഠനാണ് എന്ന് പറയും. നമ്മൾ കുട്ടികളോട് പറയും ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കണം. നമ്മൾ കള്ളിഷാപ്പിൽ നിന്ന് വരുമ്പോൾ അത് പറഞ്ഞത് ധാർമ്മികമായ ജീവിതമാണ് സമൂഹത്തിൻ്റെ അടിത്തറ എന്നൊക്കെ നമ്മൾ ആ കള്ളിഷാപ്പിൻ്റെ മുമ്പിൽ തിന്നേമേ നിന്നിട്ടാണല്ലോ പ്രസംഗിക്കുന്നത്. നല്ല കേമായി, എല്ലാവരും വലിയ സന്തോഷമായി, പ്രസംഗമൊക്കെ കേമായി എന്ന് വല്ല കാര്യം ഉണ്ടാവുമോ? എന്താ കാരണം? അപ്പം മറ്റുള്ളവരോട് പറയാനുള്ളതല്ല ധർമ്മം. അതെന്തിനുള്ളതാണ്? അവനവന് സ്വയം ആചരിക്കാനുള്ളതാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. എന്ത്? ഞാൻ ഈ ഭാഗവത മഹിമകളെയൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധയോട് കൂടിയിട്ട് സ്വയം ജീവിതത്തിൽ അനുഷ്ഠിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? മൃത്യും ജയതി ദുർജയം. ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള മരണത്തെ ജയിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പം മരണത്തെ ജയിക്കാനുള്ള വിദ്യ ഇപ്പോൾ പറഞ്ഞത് ഈ ഭാഗവതം തുടങ്ങിയത് തന്നെ എന്തിനാണ്? ഭാഗവതം തുടങ്ങിയത് മരണത്തെ എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുകയെന്ന് ചോദിച്ചിട്ടല്ലേ തുടങ്ങിയത്? ശരിയല്ലേ? ഇത് എങ്ങനെയാണ് മരിക്കാണ്ടിരിക്കാൻ വല്ല വിദ്യ ഉണ്ടോ, അല്ലെങ്കിൽ മരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടല്ലേ തുടങ്ങിയത്? അപ്പോൾ ഇവിടെ വീണ്ടും ഭഗവാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, ഈ ഭാഗവത ധർമ്മങ്ങളെ ശ്രദ്ധയോടു കൂടിയിട്ട് ജീവിതത്തിൽ പകർത്തി അനുഷ്ഠിക്കണവർക്ക് എന്തുണ്ടാവില്ല? മരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെയത് പറഞ്ഞു? കുര്യാൽ സർവാണി കർമാണി മദർത്ഥം ശനകൈസ്മരൻ മയ്യർപ്പിത മനശ്ചിത്തോ മദ്ധർമാത്മനോരഥേ. എല്ലാം ഭഗവാങ്കൽ സമർപ്പിക്കുക. സമർപ്പണം കേമാവണം. ഇതന്നെ കുറച്ച് മുമ്പ് നവയോഗി സംവാദത്തിൽ സമർപ്പണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. എങ്ങനെയാ വേണം? കായേന വാച പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ? കായേന നിർത്താൻ പോവല്ലോ, ആരും നീട്ട് പോണ്ട. എന്ത് ഈ ശ്ലോകം കേൾക്കുമ്പോഴേക്കും ചിലർ മുണ്ടെടുത്ത് എണീക്കാൻ തുടങ്ങി. ഞാൻ നിർത്താൻ പോവല്ല. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവാൽ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തൽ. നേരം പോക്കിന് പറഞ്ഞതല്ല. പണ്ടൊരിക്കലും വായനയ്ക്ക്, സപ്താഹ വായനയ്ക്ക് ഇരിക്കുമ്പം ഈ ഉച്ചയാകുമ്പം ശനിയാഴ്ച വൈകുന്നേരം 6-ാം ദിവസം വൈകുന്നേരം ഈ ഏകാദശം പറയുമ്പോഴേ ഈ ശ്ലോകം അങ്ങോട്ട് ചെല്ലിയൊരു 4-4:30 ചെല്ലിയിട്ടുണ്ടാവും. പിന്നാക്കെ ഇരിക്കുന്ന ഒരാൾ എണീട്ട് മുണ്ട് കുറഞ്ഞു കൊടുത്തിട്ട് തിരുമേനി നേരത്തെ നിർത്തി എന്ന് പറഞ്ഞ് എണീട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ ശേഷം നമ്മൾ ഈ ശ്ലോകം തുടങ്ങുമ്പോൾ എല്ലാവരോടും പറയും പോകരുതെന്ന്. എന്താ കാരണം? എനിക്ക് പോവേ. നമുക്ക് ഓരോ ശീലങ്ങളല്ലേ. കുട്ടികൾ ബെല്ലടിക്കണമെന്ന് കേട്ടാൽ ജനഗണമന എന്ന് കേൾക്കുമ്പോഴേക്കന്നെ പണ്ടൊക്കെ ഒരു ശീലമാണേ. അങ്ങനെ ഓടാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ശീലങ്ങളാണ്, കുറ്റം പറഞ്ഞതല്ല. അങ്ങനെയുണ്ട്. ഇവിടെ ഈ സമർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകത മഹാഗേമാണേ. അതവിടെ പറഞ്ഞത് ശരീരം കൊണ്ടോ വാക്കുണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധിയുണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും
എന്തെന്ത് ചെയ്യുമ്പോഴും സമർപ്പണം ഭഗവത് തൃപ്പാദത്തിലാവണം. അതവിടെ എന്നിട്ട് പുണ്യദേശങ്ങൾ, ഭഗവാന്റെ മഹിമകളൊക്കെ തെളിഞ്ഞു നിൽക്കണ പുണ്യദേശങ്ങളെ ആശ്രയിക്കുക. അവിടെ ചെന്നിരുന്ന് നല്ലോണം, എന്തിനാ ഈ പുണ്യദേശത്ത് ചെന്നിരുന്ന് ഭഗവാനെ ഉപാസിക്കണം എന്ന് പറയുന്നത്? എവിടെ ചെന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പുണ്യദേശത്താവുമ്പം ആ ദേശത്തിൻ്റെ മഹിമയും കൂടി നമ്മളെ സ്വാധീനിക്കും. അത് പണ്ട് മുത്തശ്ശമ്മ പറഞ്ഞു തന്നൊരു കഥയുണ്ട്. രാമായണത്തിലൊന്നുമില്ല കേട്ടോ, ഞാൻ അത് എവിടെയും പോയി പറയണ്ട. അങ്ങനെയൊന്നും രാമായണത്തിലുണ്ടെന്ന് തിരുമേനി പറഞ്ഞു എന്ന്. രാമായണത്തിലൊന്നുമില്ല, മുത്തശ്ശമ്മ പറയുന്നതാ. ഈ പണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന ചില കഥകളൊക്കെ ഉണ്ടാവില്ലേ, മുത്തശ്ശി പറഞ്ഞു. അവിടെ പറയും, ഈ ഒരിക്കലും രാമനും ലക്ഷ്മണനും കാട്ടിക്കൂടി ഇങ്ങനെ പോകുമ്പോഴേ, രാമായണത്തിലെ കാട്ടിക്കൂടി പോകുമ്പം ഈ രാമൻ എന്താ ചെയ്തു വെച്ചാൽ, ലക്ഷ്മണൻ ആ പാറയമ്പൽ അവിടെ ഇരുന്നു, രാമൻ അപ്പുറത്ത് ആ മരത്തിൻ്റെ വേരുമ്പിൽ അവിടെ ഇരുന്നു. രണ്ടാളും കൂടി ഇങ്ങനെ ഇരുന്ന സമയത്ത് ലക്ഷ്മണൻ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, ഹൗ എൻ്റെ ജ്യേഷ്ഠ ഒന്നും പറയണ്ട, ആ കൈകൈ ദുഷ്ട അല്ലേ, പിശാച്, അതുകൊണ്ടല്ലേ നമുക്ക് ഈ ദുരിതം ഉണ്ടായത്, ഹൗ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഈ ആരെ കുറിച്ചിട്ട്, കൈകൈയെ കുറിച്ച് ഇങ്ങനെ ദുഷിക്കുക തന്നെ. ആര്? ലക്ഷ്മണനെ. പണ്ടൊരിക്കലും ഇങ്ങനെ ദുഷിച്ചപ്പം അന്ന് സത്യം ചെയ്ത് നിർത്തിച്ചതാതൊക്കെ. എന്ത് നീ ഇങ്ങനെ ചെറിയമ്മയെ കുറിച്ച് പറയരുത് കേട്ടോ ഒന്ന്. എന്നിട്ട് ഇപ്പം ഇവിടെ വന്നിരുന്ന ആദ്യം എന്ത് പറയണു? ദുഷ്ട പിശാച്, അതുകൊണ്ടല്ലേ നമ്മൾ ഈ കാട്ടിലെ കല്ലും മുള്ളും ചവിട്ടി കട്ടത്തിലായി നടക്കണത്, എന്ത് കാര്യമുണ്ട്, അവർ കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ദേഷ്യപ്പെടുകയാണ് ലക്ഷ്മണൻ. അപ്പോൾ ശ്രീരാമേന്ദ്രസ്വാമി വെച്ചാൽ അങ്ങോട്ട് ദേഷ്യപ്പെടേ കലഹിക്കേ ഒന്നും ചെയ്യണില്ല. ശ്രീരാമേന്ദ്രസ്വാമി ചിരിച്ചും കൊണ്ടോ പറഞ്ഞു, ലക്ഷ്മണ ആ പാറയമ്പെന്ന് എണീട്ടിട്ടെ ആ മറ്റേ മരത്തിൻ്റെ വേരുമ്പിക്ക് ഇരുന്നോളൂ എന്നും പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. ലക്ഷ്മണൻ പിന്നെ ഏട്ടൻ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും കേൾക്കും. ലക്ഷ്മണൻ ആ പറയുമ്പോൾ നീട്ട് അപ്പുറത്തെ വേരിൻ്റെ മുകളിലേക്ക് ഇരുന്നിട്ട് പറയുകയും ചെയ്തു, ജ്യേഷ്ഠ പറഞ്ഞതൊക്കെ അബദ്ധമായി, എന്തൊക്കെ അന്തല്യായ ഞാൻ പറഞ്ഞു, നിശ്ചല്യ, ക്ഷമിക്കണേ എന്ന് തൊഴുതു. ആരെ? ജ്യേഷ്ഠനെ തൊഴുതു. അപ്പോഴും ശ്രീരാമേന്ദ്രസ്വാമി ചിരിച്ചിട്ട് പറഞ്ഞു, ഉണ്ണിയെ തൻ്റെ കുഴപ്പമല്ല പാറയുടെ കുഴപ്പമെന്നും പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അതെന്താ വലിയേട്ടാ പാറയ്ക്ക് കുഴപ്പം? അതൊന്നുമില്ല കുട്ടിയെ, നമ്മുടെ ശൂർപ്പണഖ ചേച്ചി വന്നായിരിക്കണ പാറയത്. ശൂർപ്പണഖ പതിവായിട്ട് വന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് മുല്ലപ്പൂമ്പൊടി ചൊല്ലിക്കോളൂ, അത് ചൊല്ലി നേരം കളയണ്ടല്ലോ. സംസർഗേ അങ്ങനെയില്ലേ, കല്ലിനും സൗരഭ്യം ഉണ്ടാവുന്ന ഇവള് വന്നിരുന്നിരുന്നിരുന്ന് ആ കല്ലിന് കേടുണ്ട്, ചീത്തത്തണ്ട് നല്ല പറഞ്ഞത്. അന്തരീക്ഷ ഒരു ശൂർപ്പണഖ, അതാണ് ഒരു ശൂർപ്പണഖ സമ്പ്രദായം ഉണ്ട്. അതിന് ഒരു നല്ലത് തോന്നായ, നല്ലത് പറയായ എന്നൊക്കെ ഒരു സമ്പ്രദായം ഇല്ലേ. അതുകൊണ്ട് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെങ്കിലും ആവട്ടെ, ഈ സാഹചര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും. അപ്പം ആ അങ്ങാടിയിൽ കലഹവും ബഹളും വിൽപ്പനയും വാങ്ങലും കച്ചവടവും നടക്കണ, കോലാഹലം നടക്കണ അവിടെ പോയിട്ട് നമ്മൾ ഒന്ന് കുളിച്ച് സന്ധ്യാവന്തനം കഴിക്കുക. അവിടെ അങ്ങനെ ഉണ്ടാവും, പ്രാന്താവും. ജപിച്ചാൽ വല്ലതും ഉറക്കിയോ? ഓർക്കില്ല. എന്താ കാരണം? അവിടെ ഒരു കലുഷമായ സമ്പ്രദായമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്നൊക്കെ പോന്നു, അമ്പലത്തിൽ വന്നു, കുളത്തിലൊന്നും മുങ്ങി കുളിച്ചു, ആരും ഇല്ല, കുളക്കടവിൽ നിന്ന് നല്ലോണം ജപിച്ചു, പറയുകയും ചെയ്തു. കുളിയും സന്ധ്യാവന്തനും കേമായി. എന്താ കാരണം? ശാന്തമായിട്ട് ജപിക്കാനും നമസ്കരിക്കാനൊക്കെ സാധിച്ചേ, ശരിയല്ലേ ഇത്? അപ്പം ശാന്തത, സ്ഥാനത്തിൻ്റെ ശാന്തതയും അശാന്തതയും ഒക്കെ നമ്മളെ ബാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് എന്ത് ചെയ്യണം? ദേശാൻ പുണ്യാൻ ആശ്രയേത, പുണ്യദേശങ്ങളെ ആശ്രയിച്ചിട്ട് വേണം ഭഗവാന്റെ ഉപാസനകളൊക്കെ ചെയ്യാൻ. അങ്ങനെ എന്ത് വേണം? അങ്ങനെ ഭഗവാനെ ഉപാസിക്കുക. കുറേ കാലം അങ്ങനെ ഭഗവൻ മട്ടിൽ ആ ഉറച്ച മനസ്സും ബുദ്ധിയൊക്കെ ഭഗവാൻകൾ ഉറക്കുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സും ഭാവമൊക്കെ എന്തായിട്ട് തീരും? അതല്ലേ പ്രത്യേകത. മാമേവ സർവഭൂതേഷോ ബഹിരന്തരപാവൃതം ഈക്ഷേത ആത്മനി ച ആത്മാനം യഥാ ഖം അമലാശയ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ മാമേവ സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളുടെയും അകത്തിരിക്കുന്നത് ഭഗവാന്റെ മഹിമയാണ് എന്ന് കാണാനും അറിയാനും സാധിക്കും. എല്ലാ ജീവജാലങ്ങളുടെ അകത്ത് ഈശ്വര സ്വരൂപം, എല്ലാ യന്ത്രത്തിൻ്റെ ഉള്ളിലും കറണ്ടാണ് നടക്കണത് എന്ന് പറയണ മാതിരി എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും സർവഭൂതങ്ങളുടെ സകല ചരാചരങ്ങളുടെയും അകത്ത് ഈശ്വര മഹിമയാണ് തിളങ്ങി നിൽക്കുന്നത് എന്ന് മനസ്സിലാവും. എന്നിട്ട് എന്താ ഉണ്ടാവണത്? ഈക്ഷേത ആത്മനീച്ച ആത്മാനം, അകത്ത് ആത്മസ്വരൂപനായ ഭഗവാനെ അങ്ങനെ കാണാൻ പറ്റും. എങ്ങനെയെന്നറിയൂ? യഥാ ഖം അമലാശയ, തെളിഞ്ഞ വെള്ളല്ലേ നമ്മുടെ കുളത്തിലൊക്കെ. ഏതാണ്ടൊരു വെളിച്ചാമ്പളത്തെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിക്കണവരൊക്കെ അങ്ങോട്ട് പോയാൽ പിന്നെ കുളത്തിലൊന്നും ആരും ഇല്ലാത്തൊരു നേരം വരുമ്പോൾ കുളം ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുമല്ലോ കുളത്തിലെ വെള്ളം. അപ്പം അതിൽ നമ്മളിങ്ങനെ നോക്കിയാൽ എന്ത് കാണാം? ആകാശത്തെ മേഘങ്ങൾ,
അതുപോലെ തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞ് കാണും, കണ്ണാടിയിൽ കാണും പോലെ. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ആ ഈശ്വര സ്വരൂപത്തെ അതേ മട്ടിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ ഉണ്ടാവണമെന്നറിയോ? ഇങ്ങനെ എല്ലാ ദിക്കിലും ഭഗവാന്റെ മഹിമ കാണാനും അറിയാനും മനസ്സിലാക്കാനും ഉള്ളൊരു പ്രാപ്തി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഒരു ഭേദം തോന്നില്ല. എന്താണ്? ഒന്നിനോടൊരു ഭേദം, ഇത് കുറെ കേമാണ്, ഇത് കുറെ മോശമാണ്, ഒന്നും തോന്നില്ല. എന്താന്ന് വെച്ചിട്ടോ, ഇപ്പം നമ്മളിപ്പം നോക്കിക്കോളൂ, ആ ബൾബിൻ്റെ ഉള്ളിലും കറണ്ട് ഉണ്ട്, ആ ഫാനിൻ്റെ ഉള്ളിലും കറണ്ട് ഉണ്ട്, മറ്റേ യന്ത്രത്തിൻ്റെ ഉള്ളിലും കറണ്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്. എവിടെ തൊട്ടാലും നമ്മൾ പോയിട്ടേ, എവിടെ പോയി തൊട്ടാലും പറഞ്ഞോളൂ, നേരാ പോണത്. ഞാൻ ബൾബിൻ്റെ ഓട്ടയിൽ തൊട്ടതുകൊണ്ടേ ഷോക്ക് അടിച്ചില്ല, അങ്ങനെയുണ്ടോ? കറണ്ടിൻ്റെ യന്ത്രത്തിൻ്റെ ആ കറണ്ട് വരുന്ന ഭാഗത്ത്, ഏത് യന്ത്രത്തിൻ്റെ ഭാഗത്ത് തൊട്ടാൽ എന്ത് വരും? നമ്മൾക്ക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ദുരിതം ഉണ്ടാവില്ലേ? അപ്പം എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഏത് കറണ്ട്, ഇപ്പം ഫാൻ തിരിയാൻ വേണ്ട കറണ്ട് ആവില്ല, ലൈറ്റ് പ്രകാശിക്കാൻ വേണ്ടി വരിക, വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എവിടെ തൊട്ടാലും നമ്മൾ പ്രകാശിക്കുന്നുള്ള കാര്യം സംശയമില്ല. എന്താ കാരണം? തെറിച്ച് വീണാൽ പിന്നെ കഥ പോയില്ലേ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇതുപോലെ എന്താ വെച്ചാൽ അതൊന്ന് കൂടിയ വസ്തുവാണ്, അതൊരു കൂടി കുറഞ്ഞതാണ് എന്നൊരു തോന്നൽ അങ്ങോട്ട് പോയിട്ട് എങ്ങനെ വരും? അതല്ലേ, എല്ലാവരെയും ഒരുപോലെ ഒരേ മട്ടിൽ എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഈശ്വരഭാവത്തെ കണ്ടറിഞ്ഞ് തൊഴാൻ പറ്റും. അതെങ്ങനെയാ ചോദിച്ചാൽ പറയും, ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ ബ്രഹ്മണ്യേർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചൈവ സമദ്രക് പണ്ഡിതോ മത. അങ്ങനെയായിട്ട് തീരും. എങ്ങനെ? ബ്രാഹ്മണേ, വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും, പുൽക്കസെ, പുൽക്കസൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളൻ. ചണ്ടാളൻ എന്ന് പറഞ്ഞാലേ ഈ ചെയ്യാൻ പാടില്ലാത്തതായ കർമ്മങ്ങൾ ചെയ്ത് പതിക്കുമ്പം പറയുന്ന പേരാണ് എന്താണ്? ചണ്ടാളൻ. ക്രൂരകർമാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും പാടില്ലാത്തത് ചെയ്താൽ പതിക്കും. പതിച്ച അവൻ്റെ പേരെന്താണ്? ചണ്ടാളൻ എന്നാ പേര്. അപ്പം അങ്ങനെ പതിതനായ ചണ്ടാളനും ആ ചണ്ടാളനിലും സ്തേനേ, സ്തേനൻ എന്ന് പറഞ്ഞാൽ കള്ളൻ, കള്ളനിലും ബ്രഹ്മണ്യേ, ബ്രഹ്മണ്യൻ ബ്രാഹ്മണ ഭക്തിയുള്ളവനിലും അർക്കേ, സൂര്യനിലും സ്ഫുലിംഗകേ, അഗ്നിയിലും അക്രൂരേ, ക്രൂരതയില്ലാത്തവനിലും ക്രൂരകേ, ക്രൂരന്മാരായിട്ടുള്ളവരിലും എന്തേ തോന്നുള്ളൂ? സമദൃക്ക്. സമദൃക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലാവരെയും ഒന്നായിട്ട് കാണുക എന്നല്ല, എല്ലാവരിലും ഒന്നിനെ തന്നെ കാണുക എന്നാണ്. മനസ്സിലായില്ല? എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ കാക്കയെ പൂച്ചയെ നായയെ കോഴിയൊക്കെ കണ്ടൊക്കെ ഒന്നായി തോന്നുക? അങ്ങനെ തോന്നുന്നല്ല. എല്ലാറ്റിൻ്റെയും അകത്ത് ഒന്നായതിനെ കാണുക, എല്ലാറ്റിൻ്റെയും അകത്തിരിക്കുന്നത് ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കാണാനും അറിയാനും ആ മട്ടിലേക്ക് ഒരു ദ്വന്ദ്വഭാവം അങ്ങോട്ട് പോകും. നമ്മൾ കറണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എല്ലാ യന്ത്രത്തിൻ്റെയും ഉള്ളിൽ ഒരുപോലെ സഞ്ചരിക്കുന്നത് ഒരേ വൈദ്യുതിയാണ് എന്ന് പറയും പോലെ ഈ പറഞ്ഞ ഉച്ചാവചങ്ങളായ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് തോന്നണേ എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഈശ്വരഭാവത്തെ സമമായിട്ട് കാണും. അപ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയൂ? അതല്ലേ മഹിമ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതൊക്കെ അതാണ് പറയും. സ്പർദ്ധാസൂയാ തിരസ്കാരാഹ സാഹങ്കാരാ വിയന്തിഹി. ശ്രദ്ധിച്ചു കേൾക്കൂട്ടോ. ഇതിങ്ങനെ ഇങ്ങോട്ട് ഉള്ളിൽ തെളിഞ്ഞാൽ എന്ത് പോവും നമ്മുടെ ഉള്ളിൽ നിന്ന്? സ്പർദ്ധ, അസൂയ, തിരസ്കാരം, ഇത് മൂന്നും പോവും. എന്താ അർത്ഥം? സ്പർദ്ധയും പോവും, അസൂയയും പോവും, തിരസ്കാരവും പോവും. ഇത് മൂന്നും പോവായാണ് വലിയ ബുദ്ധിമുട്ടേ. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മാത്സര്യബുദ്ധി. മാത്സര്യബുദ്ധി എന്താ അർത്ഥം? മറ്റുള്ളവരോട് മത്സരിക്കുക. അപ്പുറത്തെ വീട്ടിൽ കാറ് വാങ്ങിയാൽ നമ്മളൊരു കാറും ഒരു ഓട്ടോറിക്ഷയും കൂടി വാങ്ങും. കൊണ്ട് നടക്കാനൊന്നും നമ്മുടെ ആരും ഇല്ല, എന്നാലും അവരെക്കാളും കുറച്ചും കൂടി നമ്മൾ മുമ്പിൽ നിൽക്കണം. അവിടെ 5 പവൻ്റെ മാല വാങ്ങിയാൽ നമ്മൾ 5 പവനും ഒരു പണത്തൂക്കും കൂടി ലോൺ എടുത്ത് വാങ്ങുക. അവളെക്കാളും കുറച്ചും കൂടി. ഈ ജാതി കൂട്ടർ നന്നാവില്ല. എന്താ കാരണം? അവനവനെ നോക്കാനല്ലല്ലോ, മറ്റുള്ളവനെ നോക്കിയിട്ടാണല്ലോ നടക്കുന്നത്. ഒരു കാലത്തും നേരെയാവില്ല. അപ്പോൾ സ്പർദ്ധ വലിയ അപകടമാണ്, സ്പർദ്ധ. പിന്നെ അടുത്തത് അസൂയ. അസൂയയും പോവും. ഈ അസൂയ എന്താ? അസൂയ എന്താന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാ, വേണമെങ്കിൽ കാണിച്ചു തരാം ഇല്ലേ? ഇത് ഈ അസൂയ പറഞ്ഞാൽ
നമ്മളെപ്പോഴും പറയണ്ട അസൂയ എന്ന് പറയില്ല. എന്താ ഈ അസൂയ എന്ന് പറഞ്ഞാൽ? അസൂയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കാണിച്ചു തരാനൊന്നും നിൽക്കണ്ട, പറയാനൊക്കെ പറ്റും. അസൂയ എന്ന് പറഞ്ഞാൽ ഗുണേഷു ദോഷാവിഷ്കാര അസൂയ എന്ന് പറയും. എന്ത് ഗുണേഷു? ഗുണങ്ങൾ, വല്ലവരുടെയും ഗുണങ്ങളും മഹിമകളും ഒക്കെ വല്ലവരും പറയുമ്പോഴും കേൾക്കുമ്പോഴും അതിന് ദോഷം പറയാനുള്ള തോന്നൽ, അതിൻ്റെ പേരാണ് എന്ത്? അസൂയ. ബാക്കിയൊക്കെ ഇനി ചിന്തിച്ചോളൂ, ഇതൊക്കെ ശരി തന്നെയല്ലേ? ആരെങ്കിലും നല്ലൊരാളെ കണ്ടു, നല്ലൊരു യോഗ്യനെ കണ്ടു, അതേ മഹാകേമനാണെന്ന് പറഞ്ഞു, നമുക്ക് അത്ര ഇഷ്ടമായില്ല. അയാളെ ഞാൻ ഇന്നലെ കള്ള് ഷാപ്പിൽ കണ്ടതാണെന്നും പറഞ്ഞു. കണ്ടാലും ശരി കണ്ടിട്ടില്ലെങ്കിലും ശരി അങ്ങനെ പറയാനുള്ള തോന്നലിൻ്റെ പേരാണെന്ത്? അസൂയ ഉണ്ടെങ്കിലേ, ഇല്ലെങ്കിൽ നല്ലത് പറയാൻ തോന്നില്ലേ? നല്ലൊരു കുപ്പായിട്ട് ഒരാൾ വന്ന് പറഞ്ഞു അസലായിട്ടുണ്ടല്ലോ, കുപ്പായം നന്നായിട്ടുണ്ട് കേട്ടോ, നമുക്കിപ്പോൾ ഒരു ചിലവും ഇല്ല, കേട്ടയാൾക്ക് സന്തോഷമായി, നമ്മൾക്കും ദുഃഖമൊന്നുമില്ല, സന്തോഷമായി. ശരിയല്ലേ ഇത്? ഇത്ര നല്ല വർത്തമാനത്. കുപ്പായം കണ്ട പറഞ്ഞു കുപ്പായൊക്കെ നന്ന്, പക്ഷെ അതിൻ്റെ വര വേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞു. ഏത് വര? കുപ്പായത്തിന് വരയും ഇതൊക്കെ ഉണ്ടാവില്ലേ? അപ്പം നമുക്കൊരു കണ്ടില്ലേ, ഈ മനസ്സിൻ്റെ ഈ സ്വഭാവത്തിൻ്റെ പേരാണ് ഈ അസൂയ. ഇതൊക്കെ ചെറിയ ചെറിയ അസൂയയുടെ കഥയായിട്ടോ, വലിയ വലിയ കാര്യമൊക്കെ പിന്നെ വേണമെങ്കിൽ വേറെ പറയാം. അപ്പം അതും പോവും, അസൂയയും പോവും. പിന്നെ ഒന്നുണ്ട് തിരസ്കാരം. എന്താ ഈ തിരസ്കാരം എന്ന് പറഞ്ഞാൽ? നിന്ദ. ഇപ്പോഴാണ് നമ്മളൊന്നിനെ നിന്ദിക്കുക എപ്പോഴാ? നിന്ദ എപ്പോഴാണ് ഉണ്ടാവണത്? ഇപ്പം നമ്മൾ നടന്ന വഴി കൂടെ നടന്നു വരുമ്പോൾ എലി ചത്ത് ചീഞ്ഞത് ആ റോഡിൻ്റെ വക്കത്ത് കിടക്കണോ? നമ്മൾ എന്ത് ചെയ്യും? മോശം എന്ന് പറഞ്ഞിട്ട് നിന്ദിച്ചിട്ട് എങ്ങോട്ട് പോരും? ഇപ്പുറത്തേക്ക് കടന്നു പോരും. ശരിയല്ലേ ഇത്? ശരിയല്ലേ? എന്തിപ്പോൾ അവിടെ നിന്ദിക്കാൻ കാരണം ഉണ്ടായത്? നമ്മൾ ഇങ്ങനെ ആയിട്ടില്ല. നമ്മൾ കുറേയും കൂടി കേമാന പൊട്ടൊക്കെ കുത്തി ചാന്തൊക്കെ കുത്തി മറ്റേ മണക്കണതൊക്കെ തേച്ചിട്ടല്ലേ വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ കേമാണ്, ഇത് കുറേ മോശമാണ് എന്നൊരു തോന്നലുണ്ടാവുകൊണ്ടാണ് നമ്മൾ അതിനെ നിന്ദിച്ചത്. നല്ലൊരു താമരപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കേണ്ടത് കണ്ടാൽ നമ്മളിങ്ങനെ ഓക്കാനിച്ച് പോരുമോ? കേമായി കണ്ടോ, ബഹുമാനിക്കും. എന്തുകൊണ്ടത്? അത് നിന്ദില്ല, എന്താ കേമാന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം താനൊരു കേമനാണ്, മറ്റത് അത്ര കേമല്ല എന്നൊരു ഭേദഭാവന ഉള്ളിലുണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവണത്? നിന്ദ ഉണ്ടാവണത്. അതും പോവും. ഒരാളെയും നിന്ദിക്കാൻ അതുകൊണ്ടാണല്ലോ സജ്ജനങ്ങൾ ആരെയും നിന്ദിക്കാറുമില്ല, ആരെയും അങ്ങനെ പരിഹസിക്കാറില്ല. എന്തുകൊണ്ട്? അവർക്കങ്ങനെ ഭേദമൊന്നും തോന്നണില്ല, ഒന്നില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇത് സ്പർദ്ധയും പോവും, അസൂയയും പോവും, തിരസ്കാരവും പോവും. ഇതൊക്കെ സാഹങ്കാരാഹ, അഹങ്കാരത്തിൻ്റെ ആൾക്കാരാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ ഇതൊക്കെ പോവുള്ളൂ. അതൊക്കെ പോയാൽ എന്ത് വരും എന്നറിയോ? ഈ അന്തല്യായം മാറിയിട്ട് പ്രണമേൽ, അതാണ് പ്രണമേൽ ദണ്ഡവൽ ഭൂമൗ ആശ്വചണ്ഡാള ഗോഖരം. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് സാധിക്കുള്ളൂ? പ്രണമിക്കുക, നമസ്കരിക്കാൻ സാധിക്കും. ആരെ നമസ്കരിക്കാൻ സാധിക്കുക? ദണ്ഡവൽ, വടി പോലെ വീണ് നമസ്കരിക്കാൻ. ആരെയൊക്കെ? അതല്ലേ പറഞ്ഞത്. വലിയ വലിയ മഹാത്മാക്കളെ നമസ്കരിക്കണ കാര്യമല്ല പറയുന്നത്. ഭൂമൗ ആശ്വ ചണ്ഡാള ഗോഖരം. ആശ്വം എന്ന് പറഞ്ഞാൽ അശ്വം കുതിര, ചണ്ഡാളൻ ഗോവ പശു, ഖരം കഴുത, ഇങ്ങനെയുള്ളതായ സകല. ഇതിപ്പോൾ പശു കേമാണ്, കഴുത ലേശം മോശമാണ്, അല്ലെങ്കിൽ കുതിര കുറച്ചും കൂടി ഭേദപ്പെട്ടതാണ്, ചണ്ഡാളൻ അങ്ങനെയാണ്. കുറച്ച് ഏറ്റക്കുറച്ചിലായിട്ടല്ലേ നമ്മൾ ലോകത്തിൽ കണക്കാക്കുക. ഈ പറഞ്ഞ സാധനങ്ങൾ ലൗകികൻ ഒരുപോലെ കണക്കാക്കാത്തതല്ലേ ഇത്? ഈ ഒരുപോലെ ലോകത്ത് കണക്കാക്കാത്തതിനൊക്കെ ഈ പണ്ഡിതനായ വ്യക്തി എന്ത് ചെയ്യും? ഒരുപോലെ അതിലൊക്കെ ഈശ്വരഭാവം സമാണ് എന്ന അർത്ഥത്തിലൊക്കേറ്റിനെയും ഒരുപോലെ കണക്കാക്കും. അങ്ങനെ ദണ്ഡ നമസ്കാരം ചെയ്യാൻ പ്രാപ്തിയുണ്ടോ? നമ്മളൊന്നിനെ നമസ്കരിക്കുക എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് നമസ്കരിക്കുക? നമ്മൾ ഒരു ദിക്കിലും നമസ്കരിക്കുക വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിചാരിക്കും ആ നിൽക്കണയാൾ മഹാകേമനാണ്, അതുകൊണ്ടാണ് ഇവർ നമസ്കരിച്ചത് എന്നാണ്. ഒരാളിങ്ങനെ നിൽക്കണോ, വേറെ ചിലർ അദ്ദേഹത്തെ നമസ്കരിക്കണോ, അപ്പം നമ്മൾ എന്തു കൂട്ടും? ആ നിൽക്കണയാൾ ഏതോ ഒരു വലിയ ആളാണ്, അതുകൊണ്ട് അവർ പോയി നമസ്കരിക്കണത് എന്നല്ലേ കൂട്ടണത്. ശരിയല്ലേ ഇത്? എന്നാൽ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയത്? നിൽക്കണയാൾ ആരെങ്കിലും ആയിക്കോട്ടെ, വിഷമല്ല. ആ നമസ്കരിക്കണോ ഇത്തിരി വിനയമുള്ളവനാണെന്നാ മനസ്സിലാക്കേണ്ടത്. എന്താ ഇന്ന് മനസ്സിലാവുക? നിൽക്കണയാൾ ആരച്ചായിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷെ നമസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? വിനയം നല്ലോണം. അതല്ലേ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്. ഇല്ലിച്ച തോന്നില്ലല്ലോ. ഏത് ദേവൻ വന്ന് മുമ്പിൽ നിന്നാലും ഇത് ദേവനാണ്, ബഹുമാന്യനാണ് എന്ന് തോന്നേണ്ട വിനയം ഈ നമസ്കരിക്കാൻ വരണവൻ്റെ ഉള്ളിലുണ്ടെങ്കിലല്ലേ നമസ്കാരം നേരിയേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതൊരു വ്യായാമം പോലെയാവില്ലേ? അതാ പറഞ്ഞത്. അപ്പം അതുകൊണ്ടാവും എല്ലാ ദിക്കിലും ഭഗവത് ഭാവത്തെ സമമായിട്ട് കാണാൻ തുടങ്ങിയാൽ ഈ വിധം ദണ്ഡവൽ ഭൂമൗ വടി പോലെ വീണ് നമസ്കരിക്കാൻ സാധിക്കും.
അങ്ങനെ പുറപ്പെടണം. ഈ മട്ട് ലോകത്തിൽ നടന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് അങ്ങ് എന്ത് ചെയ്യുക? ഈ ആത്മതത്വ വിചാരം ചെയ്യുക. അങ്ങനെ പണ്ഡിതോ മത, അങ്ങ് പണ്ഡിതനാവും. നീ പണ്ഡിതനാവുക പറഞ്ഞ അർത്ഥം എന്താ? പണ്ഡിതൻ നമ്മുടെ നാട്ടിലെ ഈ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ കൊണ്ടുവന്ന് വലിച്ചഴക്കുന്ന ഒരു പേരാണ് എന്ത്? ഈ പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മഹാപണ്ഡിതനാണേ എന്നുവെച്ചാൽ എന്താ അർത്ഥം? കുറേ പഠിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പഠിക്കൊന്നും വേണ്ട, ഇല്ലെങ്കിലും പണ്ഡിതൻ എന്നൊക്കെ വിളിക്കും. 4 ആൾ വിളിച്ചാൽ മതി, 5ാമത് പിന്നെ വേറെ ഒന്നും വിളിക്കില്ല, തന്നെ വിളിക്കുക, ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭാഷാപണ്ഡിതൻ, ശാസ്ത്രപണ്ഡിതൻ എന്നൊക്കെ പറയും നമ്മൾ. അതൊന്നുമല്ല. പണ്ഡിതൻ എന്നുള്ള വാക്കിന് കുറേ പഠിച്ച ആള് അല്ലെങ്കിൽ കുറേ ശാസ്ത്രങ്ങൾ അറിയണ ആളെന്നൊന്നുമല്ല വാക്കിൻ്റെ അർത്ഥം. വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയപ്പം ആ ഭാഷ്യത്തിൻ്റെ ഉപോദ്ഘാതം കഴിഞ്ഞിങ്ങോട്ട് പോകുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഭഗവത്ഗീത ഗ്രന്ഥത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വ്യാഖ്യാനം ഇങ്ങോട്ട് തുടങ്ങുമ്പം ഭഗവത്പാദർ എന്ത് പറയും? അർജുനെ കുറിച്ച് പറയുമ്പം പറയും, അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദംശ്ച ഭാഷസേ ഗതാസൂനഗതാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഹ എന്നൊരു പ്രയോഗം ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിലുണ്ട്. 11-ാമത്തെ ശ്ലോകത്തിൽ. അപ്പം അവിടെ പണ്ഡിതാഹ എന്ന് പറയുമ്പം ഈ പണ്ഡിതൻ എന്ന ശബ്ദത്തിന് അർത്ഥം പറയും ശങ്കരാചാര്യ സ്വാമികൾ. അവിടെ എങ്ങനെ അർത്ഥം പറയണമെന്നറിയോ? പറയണ്, പണ്ഡിതൻ ആരാണ്? പണ്ട് ആത്മവിഷയാ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ എന്ന് പറയും. പണ്ട് ആത്മവിഷയാ ബുദ്ധി, പണ്ടുള്ളവനാണ് പണ്ഡിതൻ. എന്തുള്ളവൻ? പണ്ട്. ആർക്കുണ്ടോ? അദ്ദേഹത്തെ പണ്ഡിതൻ എന്ന് പറയും. എന്താ ഈ പണ്ട് എന്ന് പറഞ്ഞാൽ? പണ്ട് എന്ന് പറഞ്ഞാൽ ആത്മവിഷയാ ബുദ്ധി. ആത്മബുദ്ധി. ആത്മബുദ്ധി ഈശ്വര വിഷയമായിട്ട് ബുദ്ധി ഉറച്ച ആളേനെ എന്ത് പറയണത്? പണ്ഡിതൻ. ഇപ്പം നമ്മൾ ആരെയൊക്കെ കുറിച്ചത് പറഞ്ഞിട്ടുണ്ടല്ലേ? അമ്പലത്തേക്ക് പോവില്ല, ഈശ്വര വിചാരം ഇല്ലാത്തവരൊക്കെ നമ്മൾ പണ്ഡിതൻ എന്ന് പറയാറില്ലേ? പറയാൻ പറ്റില്ല അങ്ങനെ. സ്കൂളിലേക്ക് പഠിക്കുകയോ കോളേജിൽ പഠിക്കുകയോ ശാസ്ത്രം പഠിക്കുകയോ ചെയ്ത കേമത്തല്ല അവിടെ പണ്ഡിതൻ. പിന്നെ എന്താ? ആത്മവിഷയാ ബുദ്ധി. അതുണ്ടോ? പണ്ഡിതനായി എന്നാ പറയുക. ഇപ്പോൾ മനസ്സിലാവില്ല, കാര്യങ്ങളൊന്നും വിചാരിച്ച മാതിരി അല്ലാന്ന്. അതാണ്. അപ്പം ഇവിടെ അങ്ങ് പണ്ഡിതനാവും, ആത്മവിഷയ ബുദ്ധി അങ്ങേക്ക് ഉറയ്ക്കും. അങ്ങനെ ഉറച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ച് അങ്ങ് എന്തായിട്ട് തീരും? ആ ഭഗവൻ മഹിമേൽ ചെന്നിച്ച് ചേരും. പിന്നെ അങ്ങേക്ക് ഒരു ലോകത്തിലൊരു എന്താണ്? അങ്ങേക്കൊരു കഥയും അല്ലേ? എല്ലാം സർവ്വതോ മുക്ത സംശയ. ഒരു ദിക്കിൽ സംശയം ഉണ്ടാവില്ല. നമുക്കൊക്കെ സംശയം തീർന്ന കാലവും ഇല്ല. നമുക്ക് എപ്പോഴും സംശയമാണേ. ഇരിക്കുമ്പോഴേ സംശയം, അടുത്തിരിക്കുന്ന ആളാരാന്ന്. അത് പറഞ്ഞാലറിഞ്ഞില്ലെങ്കിൽ ഒരു ഗുണമില്ല. എന്നാൽ അത് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനും പറ്റണില്ല. നിസ്സാര കാര്യമാണെങ്കിലും നമുക്ക് ഈ സംശയം അങ്ങോട്ട് തീരില്ല. എന്തിനെ കുറിച്ച് സംശയം? ഒരു സാധനം വാങ്ങാൻ പോയി ചോദിച്ചു, എടോ അതിനെന്താ വില? ഇത്രയാ വില. അപ്പോൾ വാങ്ങി നന്നാവുക സംശയമായി കണ്ടോ? അപ്പോഴേക്ക് വേവലാതിയായി കേട്ടോ. എന്തായാലും വാങ്ങിക്കൊണ്ടോന്നു, നന്നായാലും ചീത്തയായാലും ഇത്രയ്ക്കേ ഉള്ളൂ എന്നറിയാം. എന്നാൽ ഈ സംശയം കാരണം വലിയ വിഷമാണ്. ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ ഇത്? ഈ ലോകർക്ക് സംശയം അങ്ങോട്ട് തീരില്ലേ? അതുകൊണ്ട് അവിടെ പറയുന്നത് അങ്ങക്ക് ഈ ജാതി ഒരു സംശയം ഒന്നിനെക്കുറിച്ചും ഒരു കാലത്തും ഉണ്ടാവില്ല. എന്തായിട്ട് തീരും? ഈ അകത്ത് ഈശ്വരഭാവത്തെ ഇങ്ങോട്ട് കണക്കാക്കി പുറപ്പെടുമ്പം പരിപശ്യന് ഉപരമേത്ത്. ഉപരമിക്കുക പറഞ്ഞാൽ ഒക്കെ ഇങ്ങോട്ട് ശമിക്കും. ഏത്? സംശയങ്ങളൊക്കെ ശമിച്ച് അങ്ങ് ശുദ്ധനായിട്ട് തീരും. മനസ്സിലായില്ലേ? ഇതാണ് അങ്ങ് ധരിക്കേണ്ടത്. തത്വാർത്ഥങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഉപസംഹരിച്ചു. എന്നിട്ട് ചോദിച്ചു, അപ്യുദ്ധവ ത്വയാ ബ്രഹ്മ സഖേ സമവധാരിതം ചോദിച്ചു. ഒടുക്കൊരു ചോദ്യം തിരിച്ചങ്ങട്. ആരോട്? ഇത്രയും നേരം ഉദ്ധവര് ഭഗവാനോട് ചോദിക്കുക, ഭഗവാൻ മറുപടി പറയുക. ഇതായിരുന്നു പതിവ്. ഇപ്പോൾ ഒടുക്കൊക്കെ കഴിഞ്ഞപ്പം ഭഗവാന്റെ വകയൊരു ചോദ്യം അങ്ങോട്ട്. എന്താ? അപ്യുദ്ധവ, അതേ ഉദ്ധവരെ, ത്വയാ ബ്രഹ്മ സഖേ സമവധാരിതം. അങ്ങ് ഈ ബ്രഹ്മതത്വമൊക്കെ അങ്ങോട്ട് വേണ്ട മാതിരി മനസ്സിലാക്കിയോ? നല്ലോണം അങ്ങേക്ക് അങ്ങോട്ട് ഉറച്ചോ ഉള്ളില്? ചോദിക്കുകയാണ്. അപിതേവികതോ മോഹ. ഉള്ളിൽ അന്തല്യായ തീർന്നോ? എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങേക്ക് ചില അന്തല്യായൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ പോയോ? വിഷമങ്ങളൊക്കെ തീർന്നില്ലേ? ശോകശ്ചാസോ മനോഭവ. ഒരു വിഷമം ഉണ്ടായിരുന്നു, ഭഗവാൻ പൂവായി എന്നൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയില്ലേ? ആര് ചോദിച്ചു? ഭഗവാൻ ചോദിച്ചു. ഉദ്ധവരെന്ത് ചെയ്തു? കയ്യ് കൂപ്പി ഒക്കെ പോയി. അത് പോവാണ്ടിരിക്കുവോ? അങ്ങയുടെ മുമ്പിലല്ലേ നിന്ന് തൊഴുതത്, ഇവിടുന്നല്ലേ ഒക്കെ കേട്ടത്, ഒക്കെ പോയിട്ടോ എന്നുള്ള മട്ടില് കയ്യ്. അപ്പം ഭഗവാൻ പറഞ്ഞു, അതേ ഉദ്ധവരെ, ഞങ്ങൊരു കാര്യം ചെയ്യണം. ഈ വിദ്യ ഇപ്പം ഞാൻ അങ്ങേക്ക് തന്നൂല, കുറച്ച് നേരമായി പറയാൻ തുടങ്ങിയിട്ട്. ഏത്? വലിയ വലിയ കാര്യങ്ങൾ, എന്തെന്തെല്ലാം കാര്യങ്ങൾ ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞു കൊടുത്തു. അപ്പം അങ്ങ് എന്ത് ചെയ്യണം? ഈ കേട്ട വിദ്യ ഇനി നമ്മൾ ആർക്കെന്ത് വിദ്യ ഉപദേശിച്ചു കൊടുത്താലും
ഈ വിദ്യയുടെ സമ്പ്രദായം കൂടി ഉപദേശിക്കണം. സമ്പ്രദായം വെച്ചാൽ ഇത് ഇനി ആർക്ക് എവിടെ കൊടുക്കാം എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ല? നമ്മൾ ഏത് ദിക്കിൽ പോയി എന്ത് ശാസ്ത്രം അഭ്യസിച്ചാലും അല്ലെങ്കിൽ ആർക്ക് എന്ത് വിദ്യ പഠിപ്പിച്ചു കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യണം? ഈ വിദ്യ ഇനി ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്നും കൂടി പറഞ്ഞു കൊടുത്താലേ പൂർത്തിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കണ്ട വല്ലവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ തല്ലേണ്ടിയാവുകയെ. അത് പാടില്ല ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്ത് വേണം? നൈതൽ ത്വയാ ദാംഭികായ നാസ്തികായ ശഠായ ച അശുശ്രൂഷോ അഭക്തായ ദുർവിനീതായ ദീയതാം ഏതൈർദോഷൈർവിഹീനായ ബ്രഹ്മണ്യായ പ്രിയായ ച സാധവേ ശുചയേ ബ്രൂയാൽ ഭക്തി സ്യാൽ ശൂദ്രയോഷിതാം. ഇതാണ് അതിൻ്റെ നീ വിദ്യ, അതായത് ഈ ഭാഗവത വിദ്യ, ഈ മഹാതത്വങ്ങൾ ആർക്കൊക്കെ കൊടുക്കാമെന്നും കൂടി നൈതൽ ത്വയ ദാംഭികായ. അയ്യോ, വലിയ കാര്യം അത്. ഇതൊക്കെ ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താ കാരണം? ഇല്ലെങ്കിൽ ഒക്കെ കഥയില്ലേണ്ടാവും. ദാംഭികായ, ദാംഭികന് ഇത് കൊടുക്കരുത്. എന്താ ഈ ദാംഭികൻ എന്ന് പറഞ്ഞാൽ? ദാംഭികൻ എന്ന് പറഞ്ഞാലേ പൊങ്ങച്ചക്കാരെയൊക്കെ കണ്ടാലേ ഭാഗവതം പുസ്തകം എടുത്ത് മടക്കി കക്ഷത്ത് വെച്ചിട്ട് ഓടിക്കോളൂ. ഓട്ടോറിക്ഷ കിട്ടി അതിന് കയറി പോയിക്കോളൂ. എങ്ങോട്ടാ വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്. എന്താ കാരണം? പൊങ്ങച്ചം കാണിക്കണവർക്ക് ഇത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടും പൊങ്ങച്ചം കാണിക്കും. പണ്ട് നമ്മുടെ നാട്ടിലൊരു അമ്മ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വലിയ സുന്ദരിയാണ്, സുശീലിയാണ്, അതാണ് ഇതാന്നൊക്കെ ഉള്ള വിചാരം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറിക്കോട്ടെ നിരീക്ഷിച്ചിട്ട് ആരോ പറഞ്ഞു കൊടുത്തു, ഭാഗവതം പഠിച്ചോളൂ പറഞ്ഞു. ഭാഗവതം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പം എന്തുണ്ടായെന്നറിയോ? ഇപ്പം ഭാഗവതം കൂടി നിശ്ചണ്ടെന്നുള്ള പൊങ്ങച്ചായി. പണ്ട് ആ പൊങ്ങച്ചുണ്ടായിരുന്നില്ല. എന്തേ ഗുണം ഉണ്ടായത്? ഇതവിടെ ചെന്ന് ഇതും കൂടി ചീത്തയായി എന്നല്ലാതെ അത് നന്നായതും ഇല്ല. അപ്പം അത് ആളും തരും നോക്കിയിട്ടേ കൊടുക്കാവൂ കേട്ടോ. കണ്ട വല്ലവരെയൊന്നും കണ്ടിട്ട് ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കണം കേട്ടോ. പൊങ്ങച്ചത്തിനൊരു കുറവും ഇല്ല. കാണിച്ചു കൂട്ടലാണ് പ്രധാനം. പുതിയ വസ്ത്രം വാങ്ങി, ഭാര്യയും വാങ്ങി, ഭർത്താവും വാങ്ങി, രണ്ടാളും വാങ്ങി കൊണ്ടുപോകുന്നു. അപ്പം ഭാര്യയ്ക്കൊരു സംശയം. ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, ഇപ്പം ഈ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഈ മഴ തുടങ്ങിയ കാലത്ത് കല്യാണവും ഇല്ല, എവിടെയും ഒരു വിശേഷവും ഇല്ല. അപ്പം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി എന്ത് ചെയ്യാനത്? ഏത് ഈ പക്കത്ത് സ്വർണം പിടിപ്പിച്ച് അതും മറ്റേ വളവള മിന്ന കുപ്പായൊക്കെ എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യും? വെറുതെ ഇതൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നു. നന്നാ കല്യാണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, 4 ആളെ കാണിക്കാൻ പറ്റുമായിരുന്നു. ഇത് ഒരു കാര്യമില്ല എൻ്റെ. ഭർത്താവ് പറഞ്ഞു സാരല്ല യശോദേ എന്നും പറഞ്ഞു. അപ്പോൾ ഭാര്യ ചോദിച്ചു, എന്നാൽ നമുക്ക് നാളെ ഇന്ന് ഗുരുവായൂർ പോയാലോ? എന്നാ പോവാന്നും പറഞ്ഞു. അങ്ങനെ ഉടുത്തൊരുങ്ങി ചമഞ്ഞ് എങ്ങോട്ട് പോയി? കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ കേട്ടവർക്ക് വിവരമുള്ളവർക്ക് ചിലതൊക്കെ തോന്നും. ഇപ്പൊ ഗുരുവായൂർക്ക് പോയത് എന്തിനാണ്? ഗുരുവായൂരപ്പനെ എങ്ങനെ വെറുതെ വേണ്ടാത്ത അല്ലേ? എന്തിനാ പോയത്? ഗുരുവായൂരപ്പനൊന്നും അവരുടെ ശ്രദ്ധയിലില്ല. ഇത് 4 ആള് കാണണമെങ്കിൽ ഇപ്പം കല്യാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി കല്യാണം വരുമ്പോഴേക്കും ഇതൊക്കെ ഇത്തിരി മോശമാവുമോ എന്നൊരു പേടി ഉള്ളതുകൊണ്ടും ഇതിൻ്റെ പേരാണ് എന്ത്? പൊങ്ങച്ചം. മനസ്സിലായില്ലേ? മറ്റുള്ള ഞാനൊരു വലിയ ആളാണെന്നില്ലാത്ത കേമത്തരങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു ഒരു ധൃതി, അതിൻ്റെ പേരാണ് എന്ത്? അത് ഒരിക്കലും നന്നാവില്ല കേട്ടോ. പൊങ്ങച്ചക്കാരെ കണ്ടാലേ കണ്ടിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ചിലരെ കണ്ട. നമ്മളതുകൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക പതിവ്. എന്താ വെച്ചോ വലിയ വലിയ കാര്യങ്ങളാ പറയേ. ഒരാളെ ഇങ്ങോട്ട് ആദ്യമായിട്ട് കാണുമ്പോഴേക്ക് ഹൊമ്പമ്പോ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ളതും കന്യാകുമാരി തുടങ്ങി അതന്നെ കാശ്മീരം വരെയുള്ളതൊക്കെ അങ്ങോട്ട് മഹിമകൾ അങ്ങോട്ട് പറയും. എന്തിൻ്റെ കാര്യമുണ്ട്? നമ്മളൊന്നും ഇവിടുന്ന് അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി വിചാരിച്ച് ബസ് കിട്ടണ വരെ നിൽക്കുക. സ്വൈരം തരില്ലാന്നേ. തൻ്റെ വലിപ്പത്തരം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആൾക്കാർ അവർക്കൊക്കെ അപമാനമാണ് എന്നും ഉണ്ടാവുക. ഈ ഇങ്ങനെയുള്ള ജാതി സമ്പ്രദായം അത് പണ്ടെന്താ വെച്ചാൽ ഒരിക്കലും ഇല്ലത്തേക്ക് ഒരു ദരിദ്രൻ നമ്പൂരി വന്നു. ദരിദ്രൻ നമ്പൂരി പറഞ്ഞു, അദ്ദേഹത്തെ ഇല്ലത്തൊരു വകയില്ല, കണ്ടാലറിയ കീറി നാറിയ ഒരു തോർത്ത് മുണ്ടും ചീറ്റിയ പൂണൂലൊക്കെ കണ്ട കറുകറുന്നനെ ഇരിക്കണം. ഇങ്ങനെ എല്ലിച്ചിട്ട ഒരു സ്വരൂപവും. അപ്പം ഇല്ലത്തെ ഇവിടെ വെച്ചാൽ നല്ല ധനികന്മാരാണേ ഇവിടുത്തെ. അപ്പം കേമായില്ലാണ് അവിടെ നല്ലോണം ആളും അർത്ഥവും ധനവും സമ്പാദ്യമൊക്കെ ഉണ്ട്. അപ്പം ഈ ദരിദ്രൻ നമ്പൂരി ഇങ്ങോട്ട് വന്നപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ ആ വലിപ്പത്തരം അങ്ങോട്ട് കാണിക്കാൻ നിരീക്ഷിച്ചു. വന്ന അമ്പൂരോട് പറഞ്ഞു, അങ്ങ് ഉണ്ടിട്ടാണോ പറഞ്ഞേ ചോദിച്ചു. അദ്ദേഹം കഴിഞ്ഞ കൊല്ലങ്ങാനും ഉണ്ടതാ, കുളിച്ചു വന്നോളോ എന്നും പറഞ്ഞു. അദ്ദേഹം കുളത്തിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ആ വടക്കേ ഭാഗത്തേക്ക് വടക്കേ തളത്തിൽ ഊണഴിക്കാതിരിക്കുക. അദ്ദേഹം വന്നിരുന്നു, പലകയിട്ട് ഇലയിട്ട് ഊണഴിക്കാനിരുന്നു. ഗംഭീരമായിട്ട് വിളമ്പി നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ്, നല്ല ചാന്ത് പോലത്തെ കാളൻ, മറ്റേ വന്ദേ ഭാരത് പോലത്തെ അല്ല, എന്ത് വിളമ്പി ദിക്കലുണ്ടാവും. ആ കാളൻ വിളമ്പി, ഉപ്പിലിട്ടത്, ഉപ്പേരി, മെഴുക്ക് ഒക്കെ ഇങ്ങോട്ട് വിസ്തരിച്ചങ്ങോട്ട് വിളമ്പി.
വിളമ്പി വന്ന ദരിദ്രൻ നമ്പൂരി ഇല്ലേ, കുഴയ്ക്കണോ ഉരുട്ടണോ മുഴുങ്ങണോ, 3 പണിയേ ഉള്ളൂ. കുഴയ്ക്കണോ ഉരുട്ടണോ മുഴുങ്ങണോ. നൈ ഉണ്ണുമ്പോഴും മുഴുങ്ങുമ്പോഴൊക്കെ ഒന്ന് പറയാ, ഐ കൂട്ടാനൊക്കെ അസലായി കിട്ടുമോ, കാളൻ കേമയ്യേ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ വിളമ്പണോന്നൊരു രസാ. എന്ത് ഇയാളൊന്നും മിണ്ടണില്ലേ, ഈ ഉരുള അങ്ങനെ മുഴുങ്ങുക എന്നല്ലാണ്ട് ഒന്നും മിണ്ടണില്ല. അപ്പൊ ഈ വിളമ്പണ ഈ ധനികൻ നമ്പൂരിക്കൊരു വിഷമം. എന്ത് ഇയാളൊന്നും മിണ്ടണില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ ധനികൻ നമ്പൂരി അങ്ങോട്ട് ചോദിച്ചു, കൂട്ടാനൊക്കെ ഒരു വകയിരിക്കും ഇല്ലേ ചോദിച്ചു. നന്നായിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ എന്ത് പറയും പറ്റിയാള്? ഏയ് മഹാകേമായി എന്നാര് പറയും? ഈ ഉടണോ പറയൂല, അങ്ങനെയല്ലേ പതിവ്. അപ്പൊ അത് കേൾക്കാനായിട്ട് ഇയാൾ എന്തായാലും സ്വയമേവ പറയില്ല. അപ്പൊ പറയിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്, എന്ത് കൂട്ടാനൊക്കെ ഒരു വകയിരിക്കില്ലേ എന്ന്. അപ്പൊ ഈ ഉണ്ണണ ദരിദ്രൻ നമ്പൂരി പറഞ്ഞു, എപ്പോഴും ഇപ്പൊ അവനവൻ്റെ ഇല്ലത്തെ പോലെ ആവുമോന്നും ചോദിച്ചു. അതോടെ അത് തീരുമാനമായി. ഏത് വിളമ്പണോനെയും പിന്നെ കണ്ടിട്ടില്ല, ചട്ടുകം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എപ്പോഴും ഇപ്പൊ അവനവൻ്റെ ഇല്ലത്തെ പോലെ ആവുമോ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഇതിലേറെ കേമാണ്, ഇവിടെ വന്നപ്പോൾ ഇത്രയെങ്കിലൊക്കെ കിട്ടിയില്ലോ, ഭാഗ്യമായി എന്ന് കൂട്ടുക എന്നാണ്. അപ്പൊ നിന്റെയല്ലേ ഇത്? ഇതാണ് പൊങ്കച്ചക്കാർക്കുള്ള മറുപടി. ആ പൊങ്കച്ചത്തിനൊന്നും പോവരുതേ. എന്ത് പൊങ്കച്ചം? അത് കാണിച്ചു കൂട്ടില് അവൾ പറഞ്ഞത്, നൈതൽ ത്വയാ ദാംഭികായ, ദാംഭികർക്ക് കൊടുക്കരുത്. നാസ്തികർ ഈശ്വര വിചാരമില്ലാത്തവർക്ക് കൊടുക്കരുത്. പിന്നെ മാത്രല്ല നാസ്തികർ ഷഠായച്ച, ഷഠൻ എന്ന് പറഞ്ഞാലേ കടുംപിടുത്തക്കാരുണ്ട്, കടുംപിടുത്തക്കാർക്കൊന്നും കൊടുക്കരുതേ. പിന്നെ അശുശ്രൂഷോഹോ, കേൾക്കാൻ മോഹമില്ലാത്തവന് കൊടുക്കരുത്. അഭക്തായ, ഭക്തി ഇല്ലാത്തവനും കൊടുക്കരുത്. നോക്കുമ്പോൾ നമ്മൾ ഈ ഭാഗവതം നല്ല എന്ത് കൊടുക്കുമ്പോഴും ആളും തരം നോക്കിയിട്ടേ കൊടുക്കാവൂ കേട്ടോ, ഇല്ലെങ്കിൽ വലിയ കഷ്ടമാണ്. നേരം പോക്കിന് പറഞ്ഞതല്ലേ, പണ്ടൊരു അമ്മാവനും മരുമകനും ഉണ്ടായിരുന്നു. അമ്മാവൻ മഹാകേമനാ, മരുമകനാണെങ്കിൽ നാട്ടിലേക്ക് പേരെടുത്ത് എന്താ പറയുക, ഗുണ്ടാത്തലവൻ. എല്ലാ ദിക്കിലും അടി ഇടി വെട്ട മുറിയും നല്ല ജാതി വേണ്ടാത്ത തരത്തിലുണ്ട് ബൻ. അങ്ങനത്തെ ഒരു മോശക്കാരൻ. അമ്മാവൻ മഹാസാത്വികനാണേ. അപ്പൊ ആളുകളൊക്കെ പറയും, കാരണവരെ ഇതിനെയൊന്നും ഉപദേശിച്ച് നന്നാക്കരുത്. കാരണവർ ഉപദേശിക്കാൻ പോവാറില്ല. എന്താ ശന്ത് നന്നാവണ ജാതിയാണെങ്കിലേ പുറപ്പെട്ടിട്ട് കാര്യമുള്ളൂ. കാരണം ഒരു വിവരമല്ല ആരായതുകൊണ്ട് അദ്ദേഹം വേണ്ട പണിക്ക് പോയില്ല. എന്നാലും നാട്ടുകാർ ഇങ്ങനെ പറയും, അങ്ങത്രയൊക്കെ പഠിപ്പുള്ള ആളായിട്ട് ലേശം പറഞ്ഞു കൊടുത്തൂടെ. ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ ഒരു ദിവസം ഈ അമ്മാവൻ മരുമകനെ വിളിച്ചു. മരുമകനാണെങ്കിൽ ആരെയും ഒരു ബഹുമാനം പേടിയില്ലാത്ത ആളാണെങ്കിലും അമ്മാവനെ കുറേശ്ശെ ധാരാളമില്ല, എന്നാലും കുറേശ്ശേക്ക് അമ്മാവനോടൊരു ലേശം ഒരു ഭാവമുണ്ട്. അപ്പൊ അമ്മാവൻ, ഉണ്ണി എങ്ങനെ പാടില്ല, ഉണ്ണി വരൂ, ഉണ്ണിക്ക് അമ്മാവൻ ലേശം ഭാഗവതം അങ്ങോട്ട് പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞു. അപ്പൊ അമ്മാവൻ ഇങ്ങനെ കുടുംബത്തെ കാരണവർ ഇങ്ങനെ കാര്യം പറയുമ്പോൾ വേണ്ട എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? കുംഭമാസത്തിൽ അങ്ങോട്ട് തുടങ്ങി ഭാഗവതം പഠിക്കാൻ. അടുത്ത കുംഭമാസം ആയപ്പോഴേക്ക്, ഒരു കൊല്ലമായപ്പോഴേക്ക് ഭാഗവതം മുഴുവനും പഠിച്ചു തീർന്നു. നല്ലോണം പഠിപ്പിച്ചു കേട്ടോ. ഓരോ ശ്ലോകം ചൊല്ലി അർത്ഥം പറഞ്ഞ് പഠിപ്പിച്ചു. മുഴുവനും മരുമകൻ പഠിക്കുകയും ചെയ്തു. അതാണ്ടായത്. അപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോൾ അമ്മാവന് സന്തോഷമായി. എന്തായാലും ഒരു കൊല്ലം അയച്ചാലും കാര്യം നടന്നുല്ലോ. അമ്മാവൻ മരുമകനോട് ചോദിച്ചു, ഉണ്ണിയെ എന്താ അമ്മാവ, ഉണ്ണിക്ക് ഇപ്പം ഈ ഭാഗവതം അങ്ങോട്ട് മുഴുവൻ പഠിച്ചപ്പം എന്താ തോന്നിയത്, എന്താ മനസ്സിലായത് ചോദിച്ചു. എനിക്കൊരു വിവരം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്ത് വിവരം മനസ്സിലായത് ചോദിച്ചു. അപ്പം മരുമകൻ പറഞ്ഞു, അമ്മാവ ഇപ്പോഴാണ് അത് മനസ്സിലായത് എന്നും പറഞ്ഞു. എന്ത്? അത്യാവശ്യത്തിന് വേണമെങ്കിൽ അമ്മാവനെയും കൊല്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്നും പറഞ്ഞു. അമ്മാവൻ്റെ കാര്യം തീരുമാനമായി. ഇതുവരെ ഇപ്പൊട്ടനെ ഈ വിവരം ഉണ്ടായിരുന്നില്ല, അമ്മാവനെ കൊല്ലാൻ പാടില്ല എന്നായിരുന്നു വിവരം. അപ്പം അത് തീരുമാനമായി കിട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കണ്ട വഴി കൂടി പോണവനൊക്കെ ഇത് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്. ഇപ്പം ഗുണ്ടയായിട്ട് വല്ല ജയിലിലും പോയിട്ട് പൂജപ്പരയുണ്ട്, കണ്ണൂരുണ്ട്, വിയ്യൂരുണ്ട്, ഇനിയിപ്പോൾ തീഹാറിലുണ്ട്, വലിയ വലിയ സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി അവിടുത്തെ പലഹാരം കഴിച്ച് ഉദ്രവില്ലാണ്ട് കഴിഞ്ഞോളും. ഈ കണ്ടതിനെയൊക്കെ പിടിച്ചത് ശരിയല്ലേ ഇത്? അതുകൊണ്ട് അനധികാരിക്ക് വിദ്യ കൊടുത്താൽ നമ്മൾ വിചാരിക്കുമ്പം നന്നാവില്ല, എന്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇല്ലിച്ച നമ്മുടെ നാട്ടിൽ ഈ ബോംബ് പൊട്ടിക്കണവരും ബോംബ് ഉണ്ടാക്കണവരും സ്കൂളിലേക്ക് പോവാത്തവരോ പോയോരോ, സ്കൂളിലേക്കല്ല കോളേജിലൊക്കെ പോയിട്ട് മറ്റേ മൈക്രോ വന്ന് പഠിച്ചിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കണതേ. ശരിയല്ലേ ഇത്? അപ്പൊ പഠിപ്പല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഈ ഒരു അതാണ് ഇതിനൊരു നന്മ ഹൃദയത്തിൽ ഉണ്ടാവണം. അവർക്ക് എന്ത് കൊടുത്താലും നന്മയായിട്ട് തീരുള്ളൂ, ഇല്ലാച്ചാൽ നന്നാവില്ല പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തവർക്ക്, വിനയുള്ളവർക്ക് എങ്ങനെ ദോഷൈർവിഹീനായ ബ്രഹ്മണ്യായ പ്രിയായ ച സാധവേ ശുചയേ ബ്രൂയാൽ ഭക്തി സ്യാൽ ശൂദ്രയോഷിതാം. ഈ ദോഷങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, പിന്നെ വിനയുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. എന്തുള്ളവർക്ക്? വിനയം. എന്താ ഈ വിനയം? നല്ലോണം വിനയുള്ളവർക്ക് എന്ത് കൊടുത്താലും ഫലിക്കുള്ളൂ. ഈ വിനയുള്ളവർ എപ്പോഴും എന്തിലുണ്ടാവും? മുമ്പിലുണ്ടാവും. എന്തിനു മുമ്പില്?
സഭയുടെ മുമ്പിലല്ല, ഏത് മഹിമയിലും മുമ്പിൽ ആരാ ഉണ്ടാവുക? മുമ്പിൽ ആർക്കാണ് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവുക എന്നറിയൂ? വിനയുള്ളവർക്കാ ഉണ്ടാവുക. അതെങ്ങനെയാന്ന് നിശ്ചയുണ്ടോ? നമ്മുടെ കയ്യിൽ 5 വിരലില്ലേ? ഉണ്ടാവും. നോക്കിയിട്ടില്ലെങ്കിൽ നോക്കിക്കോളും, ഉണ്ടോന്ന്. ഉണ്ടാവും ഇല്ലേ? 5 വിരലില്ലേ? ആ 5 വിരല് ഒന്ന് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ഒരു വിരല് പോലെ വേറൊരു വിരല് ആ കയ്യമ്മലുണ്ടോ? മറ്റേ കയ്യമ്മലുണ്ടാവും. ഓരോ ജാതി 5 ജാതി ഒന്നിങ്ങനെ തെറിച്ച് കുറെ ദൂരെ 4 എണ്ണം ഒന്നിച്ച്, അതിൽ തന്നെ 4 ജാതി ഉണ്ടല്ലേ? ഇവരിങ്ങനെ എന്നും മത്സരം. അവര് ഈ തള്ളവരല്ലേ ഒരു ദിവസം എണ്ണീട്ടിട്ട് പറഞ്ഞു, എടോ 4 ആളെയും കേട്ടിട്ട് നിങ്ങൾ 4 ആളെയും ശ്രദ്ധിച്ചോളൂ, ഞാനാണ് ഇവിടുത്തെ കാർന്നോത്തി. എന്താ കാരണം? എല്ലാവരെയും ഭരിക്കണം കണ്ടു. ഞാൻ കുറച്ചിങ്ങനെ മാറി നിൽക്കാൻ, നിങ്ങളെക്കാളും വ്യത്യാസമുള്ള ആളും കേമനായതുകൊണ്ടാണ് മാറി നിന്ന് കഴിച്ചു കൂട്ടുന്നത്. ഇപ്പുറത്തൊരു 5 സെന്റ് ഭൂമിയിൽ സ്വന്തമായിട്ട് വീട് കെട്ടി താമസിക്കുക. കാരണം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മാതിരിയാവില്ലേ? അതുകൊണ്ട് ഞാൻ ഇല്ല വെച്ചാൽ അവിടെ ഒരു കാര്യം നടക്കില്ല. ബസ്സിൽ കയറി വരുമ്പോൾ ഒരു ഉറുപ്പയുടെ നാണയം ബസ്സിൽ വീണ എങ്ങനെ എടുക്കും? ഇങ്ങനെ മാന്തിയാ കിട്ടുക? എങ്ങനെ എടുക്കും? തീരുമാനിച്ചോളോ. സൂചി നൂലിലേക്ക്, സൂചിയുടെ ഓട്ടയിലേക്ക് നൂല് കുറക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കയറുമോ? കയറില്ല. അപ്പൊ ഞാൻ ഇല്ല വെച്ചാൽ അവിടെ ഒരു കാര്യം നടക്കില്ല. ആരോട് പറഞ്ഞു? 4 ആളോട് പറഞ്ഞു. അപ്പൊ അവരിപ്പോ എന്ത് ചെയ്യും? ശരി തന്നെയാണ് ഈ പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അപ്പൊ ചൂണ്ടുവിരലിന് ഇതിങ്ങോട്ട് കേട്ടപ്പോ ചൂണ്ടുവിരലിന്റെ കാലിന്റെ തള്ളവിരലും കൂടി ഒരു സാധനം ഇങ്ങോട്ട് കയറി. അരിശം. ചൂണ്ടുവിരലും ഇങ്ങോട്ട് എണ്ണീട്ടിട്ട് പറഞ്ഞു, എടാ തള്ളവിരലെ, നീ ഇങ്ങനെ വലിയ കാര്യമൊന്നും പറയണ്ട. എന്താ വെച്ചോ, ഞാൻ ഒരാൾ ഇവിടെ ഇല്ല, ഇവിടെ ഒരു കാര്യം നടക്കില്ല. എടോ 5000 ഉറുപ്പ്യ കടം വാങ്ങിക്കൊണ്ടുപോയവൻ അത് തരാണ്ട നടക്കുമ്പോൾ നീ പോയിട്ട് ഇങ്ങനെ കാണിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? അത് തരണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഞാൻ പോയി മുട്ടാല് തല്ലി ഒടിക്കും കേട്ടോ. നാളെ ഇത് കിട്ടിയില്ല, പിറ്റേന്ന് കാശ് വരും. ആര് പറഞ്ഞാലേ വരുള്ളൂ? അങ്ങനെ പറയില്ല. അപ്പൊ കണ്ടു. അപ്പൊ തള്ളവിരൽ പിന്നെ ഒന്നും മിണ്ടിയില്ല. ശരിയാ, അപ്പം നിന്നാൽ തന്നെ 5000 കിട്ടുള്ളൂ. നമ്മളിങ്ങനെയൊക്കെ എന്താ ഉണ്ടാവണത്? വാങ്ങിയതായിട്ട് പോയിക്കോളൂന്ന്. എന്താ വ്യത്യാസമാണ്, അർത്ഥവ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ചൂണ്ടുവരല്. അപ്പം ചൂണ്ടുവരൽ ഇങ്ങനെ കേമത്താൻ പറഞ്ഞപ്പോൾ നടുവരൽ ഇങ്ങോട്ട് എണീറ്റിട്ട് മുണ്ടൊന്ന് കുറഞ്ഞ് നേരെ എടുത്ത് മുടിയൊന്ന് ചീക്കി വൃത്തിയാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ എന്തിനു കൊള്ളും? ഞാൻ ഒരുത്തൻ നേരെ നിന്നാൽ നിങ്ങൾ എത്ര പേരുണ്ട്? കാണുമോ? കാണില്ല. ഞാൻ വെച്ചാൽ ഒരേ വണ്ണം ഒരേ വലിപ്പം പട്ടാളത്തിൽ ചേരാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുക. എല്ലാ യോഗ്യതയുണ്ട്. എൻ്റെ മാതിരി യോഗ്യത തികഞ്ഞിട്ട് ആർക്കുണ്ട്? അപ്പോൾ പിന്നെ ചൂണ്ടുവരലൊന്നും മിണ്ടിയില്ലേ. ശരിയാ, നീളവും കൂടുതലുണ്ട്, അതിനനുസരിച്ച് വണ്ണമുണ്ട്. കേമൻ തന്നെ. അപ്പം ഇത് കേട്ടപ്പോൾ ഇപ്പുറത്തിരിക്കണം വിരലിന് വല്ലാത്തൊരു വിഷമം. ആ വിരല് പറഞ്ഞു, എടാ നിങ്ങളൊന്നും ആരെന്ത് വിചാരിച്ചിട്ടൊരു കാര്യമില്ലേ? ഞാനാ കേമൻ. എന്താ കാരണം? 10 കാശ് കയ്യിലുണ്ടാവണ കാലത്തൊരു മോതിരം വാങ്ങിയ എവിടെ ഇടുക? തൻ്റെ വലയിലിടുമോ? തൻ്റെ വലയിൽ അത് ഇവിടെ ഇടുള്ളൂ. ഇനി കഷ്ടപ്പാടുണ്ടാവണ കാലത്ത് നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ ആരെയാ തലോടുക? സോപ്പ് കൂട്ടിയിട്ട്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സോപ്പിടലുണ്ടായി തന്നെ. എന്താ സോപ്പിടുക? നമ്മളെല്ലാവരും സോപ്പിടുമല്ലോ. സോപ്പിടുക എന്നുള്ള പ്രയോഗം തന്നെ ഉണ്ടായത് ഈ പണയം വെക്കാൻ പോകുമ്പോൾ ഉണ്ടായ പ്രയോഗം. അത് എന്താ ഇല്ലേ? അപ്പം ഞാനാ കേവൻ. 10 കാശ് കിട്ടണമെങ്കിൽ എൻ്റെ കഥയില്ലെങ്കിൽ ഉണ്ടാവില്ല. ആര് പറഞ്ഞു? ഇവർ. അപ്പം ഇതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞിരിക്കും. ഈ ചെറുവിരലിനാണെച്ചാൽ വണ്ണത്തിലും പറയാനില്ല, വലിപ്പത്തിലും പറയാനില്ല, ഒരു കഥയിലും ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ചെറുവിരലൊന്നും മിണ്ടാതെ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഭഗവാൻ ഇങ്ങോട്ട് പ്രത്യക്ഷമായി. ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ കയ്യങ്ങോട്ട് കൂപ്പി അങ്ങോട്ട് തൊഴുതു. മുമ്പിലാരാ? മുമ്പിലാ ചെറുവിരലാ നിൽക്കണതേ. തള്ളവിരലിനെ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ മറ്റോ പട്ടാളക്കാരൻ നടുവിരലെവിടെ? മോതിരക്കാരനെവിടെ? ഭീഷണിക്കാരനെവിടെ? ആരുമില്ല. മുമ്പിലാരുണ്ട്? കണ്ടോ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയ്യിലേക്കൊക്കെ നോക്കിക്കോളൂ, വിവരം ഉണ്ടാവും. എന്താ കാരണം? നമ്മൾ ഈ കയ്യിലേക്ക് നോക്കില്ല, കണ്ടോൻ്റെ കയ്യിൽ എന്താണെന്നാ നോക്കണതേ. അത് പക്ഷെ അവനവൻ്റെ കയ്യിൽ എന്തൊക്കെ വിവരമല്ലേ കിടക്കണത്? നമ്മുടെ കയ്യിൽ എല്ലാ വിവരം, എല്ലാ രേഖകളും ഉണ്ട്. എന്ത് വിവരം കിട്ടാനുള്ള വഴികളും രേഖകളൊക്കെ കയ്യിലുണ്ട്. അപ്പം ആ വിനയുള്ളവർക്ക് കൊടുക്കണം, സൂക്ഷിക്കണം. ഉദ്ധവരെ ധരിച്ചില്ലേ? ഓ ധരിച്ചു. ഉദ്ധവര് സന്തോഷമായി. ഇനി എന്താ അങ്ങക്ക് വേണ്ടത്? ഒന്നും വേണ്ട, എല്ലാമായി. അദ്ദേഹത്തെ ഇങ്ങോട്ട് കേട്ടപ്പോഴേക്ക് എന്താണ്ടായി? ഉദ്ധവര് ഭഗവാന്റെ മഹിമ ഇങ്ങോട്ട് ധരിച്ചിട്ട് പറയുകയും ചെയ്തു. സ ഏവം ആദർശിത യോഗമാർഗസ്തദോത്തമ ശ്ലോകവചോ നിശമ്യ ബദ്ധാഞ്ജലി പ്രീത്യുപരുദ്ധകണ്ഠോ ന കിഞ്ചിതൂചേ അശ്രുപരിപ്ലുതാക്ഷ. അതിങ്ങോട്ട് കേട്ട് ആ ഉപദേശം അങ്ങോട്ട് ഉപസംഹരിച്ചപ്പം അദ്ദേഹത്തിന് ഒന്നും അങ്ങോട്ട് മിണ്ടാൻ സാധിച്ചില്ല. ആർക്ക്? ഉദ്ധവർക്ക്. എന്താ കാരണം? അതല്ലേ പറയണത്, ന കിഞ്ചിതൂചേ, ഒന്നും മിണ്ടിയില്ലേ. വിരോധം കൊണ്ടല്ല മിണ്ടാഞ്ഞത്. എന്തുകൊണ്ട്? അശ്രുപരിപ്ലുതാക്ഷ, കണ്ണങ്ങോട്ട് നിറഞ്ഞു. ഈ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ കണ്ണ് നിറയണമെങ്കിൽ ഉള്ള് നിറയണം. ഉള്ളിൽ നിറഞ്ഞാൽ ഈ ഉള്ളിലിരിക്കുന്ന കണ്ണിക്കൂടിയ പുറത്തേക്ക് വരിക. കണ്ടിട്ടില്ലേ? ഭക്തിയുള്ള കഥയൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ കണ്ട് ഭക്തി നിറഞ്ഞാൽ എന്ത് വരും? കണ്ണീര് വരും. അത് യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് പറയുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ പറയും.
ഭഗവാന്റെ കഥ സ്മരിച്ചപ്പോഴേക്ക് എന്താ ഉണ്ടായത്? കണ്ണ് നിറഞ്ഞു, ഒന്നും മിണ്ടാൻ പറ്റിയില്ല. പിന്നെ ഭഗവാനെ നല്ലോണം പൂജ കഴിച്ചു. പക്ഷേ എന്നിട്ട് ഭഗവാനെ ഒന്ന് നോക്കി, പക്ഷെ എന്തുണ്ടായില്ല? കാണാൻ പറ്റിയില്ല കണ്ണീരുണ്ട് എന്നൊക്കെ പ്രയോഗങ്ങൾ ഭാഗവത്തിൽ രാജസൂയം പറയുമ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ ഇത്? ഇവിടെ ഉദ്ധവർക്കും ഭഗവാന്റെ ആ മഹിമ ഉള്ളിലിങ്ങോട്ട് തെളിഞ്ഞത് കാരണം കണ്ണ് നിറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? വിഷ്ടഭ്യചിത്തം പ്രണയാവഘൂർണം ധൈര്യേണ രാജൻ ബഹുമന്യമാന. ഭഗവാന്റെ തൃപാദത്തിൽ മനസ്സുറപ്പിച്ച് കയ്യ് കൂപ്പി തൊഴുത് ഭഗവാന്റെ ആ പാദത്തിൽ തൻ്റെ ശിരസ് മുട്ടിച്ച് നമസ്കരിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഏതായാലും വിദ്രാവിതോ, അതുണ്ടായത്, വിദ്രാവിതോ മോഹമഹാന്ധകാരോ യ ആശ്രിതോ മേ തവ സന്നിധാനാൽ വിഭാവസോ കിന്നു സമീപകസ്യ ശീതം തമോഭീഹി പ്രഭവന്തി അജാദ്യ. ബ്രഹ്മാദികൾക്ക് പോലും അല്ലേ ഉൽപ്പത്തിക്ക് കാരണക്കാരനായ ഹേ ഭഗവാനെ, അങ്ങയെ ഞാൻ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ തൃപ്പാദം തൊഴുത് നമസ്കരിക്കുക. കാരണം എൻ്റെ ഉള്ളിലുണ്ടായ അന്തല്യായ മുഴുവനും പോയി, ആ മോഹമഹാന്ധകാരം ഇല്ലേണ്ടേയി. ഏതുപോലെ? വിഭാവസോഹ കിന്നോ സമീപകസ്യ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു ഉയർന്നു വരുമ്പം ഇരുട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. ഭയം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. തണുപ്പുണ്ടാവുമോ? ഉണ്ടാവില്ല. ഇരുട്ടും ഭയവും തണുപ്പും മൂന്ന് വ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങൾ ഒരേ ഒരു സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ഒരുപോലെ ഇല്ലാതെ കണ്ടാവണ മാതിരി ഭഗവാനെ ആശ്രയിക്കുക കാരണത്താൽ എൻ്റെ ഉള്ളിലിരുന്ന് ശോക മോഹ സംസാര ദുരിതക്ലേശങ്ങളെല്ലാം വിട്ടകന്നൊഴിഞ്ഞു. അതുകൊണ്ട് അങ്ങാണെങ്കിൽ എങ്ങനെയാണ്? പ്രത്യർപ്പിതോമേ, അതാണ് പ്രത്യർപ്പിതോമേ ഭവതാനുകമ്പിന ഭൃത്യായ വിജ്ഞാനമയ പ്രദീപ ഹിത്വാ കൃതജ്ഞസ്തവ പാദമൂലം കൊഞ്ഞൽ സമീയാൽ. ശരല്ലേ ഭഗവാനെ, അങ്ങയുടെ ആ പാദം ശരണം ത്വദീയം, അതിനെ ശരണം പ്രാപിക്കാൻ വയ്ക്കൂ. എങ്ങനെ? എപ്പോഴെപ്പോഴാണോ എൻ്റെ ഉള്ളിൽ ആ അറിവിൻ്റെ വെളിച്ചം മങ്ങി കരിന്തിരി കത്തിക്കെടാനായിട്ട് പുറപ്പെടുന്നത്, അപ്പോഴൊക്കെ അങ്ങ് എന്ത് ചെയ്യാറുണ്ട്? തിരിനീട്ടി കരി തട്ടി എണ്ണ വീഴ്ത്തി വീണ്ടും ജ്വലിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള പതിവ്. വിളക്കെങ്ങനെ കുറേ നേരം കത്തിയാൽ അതിൻ്റെ അറ്റത്തൊരു കറുത്തൊരു കരിക്കട്ട വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ വിളക്കിങ്ങനെ മങ്ങി തുടങ്ങും. അപ്പോൾ നമ്മളൊരു കോല് ഒരു ഈർക്കിൽ കൊണ്ടുപോയിട്ട് കരി അങ്ങോട്ട് തട്ടുക, തിരി ഒന്ന് അങ്ങോട്ട് നീട്ടുക, എണ്ണ അങ്ങോട്ട് വീഴ്ത്തുക, വീണ്ടും ആദ്യത്തെ മാതിരി പുതിയ തിരി പോലെ അരി കത്തും. ആ തിരി കത്തും എന്നതുപോലെ എപ്പോഴൊക്കെയാണോ എൻ്റെ ഉള്ളിൽ അറിവിൻ്റെ വെളിച്ചം മങ്ങി പോയി തുടങ്ങുക, അപ്പോഴൊക്കെ അങ്ങ് വന്ന് അത് വീണ്ടും വീണ്ടും തെളിയിച്ച് ജ്വലിപ്പിച്ച് തരാറുണ്ട്. ഇപ്പോഴും അങ്ങ് അത് ചെയ്തു. അതുകൊണ്ട് അങ്ങയുടെ ഈ പാദത്തെ അല്ലാതെ കണ്ട് ഏതൊരു പാദത്തെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത്? അതല്ലേ എനിക്ക് ശരണമായിട്ടുള്ളൂ. അതുകൊണ്ട് കൊഞ്ഞൽ സമീയാൽ ശരണം ത്വദീയം. ആ തൃപാദത്തെ ഞാൻ സർവാത്മനാ ശരണം പ്രാപിക്കുകയാണ്. അങ്ങ് എനിക്ക് അറിവ് തന്നു. അങ്ങയുടെ ആ ഒരു മഹാമായയുടെ ആ ഒരു പ്രഭാവത്തിൽ പെട്ട് ലോകരെ നരകിച്ചിരിക്കുമ്പം ആ മഹാമായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വെളിച്ചാണ് അങ്ങ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. ഒരേ ഒരു പ്രാർത്ഥന അടിയനുള്ളൂ, അത് അങ്ങ് തരണം. എന്താ വേണ്ടത്? സമ്പത്ത് ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം, സന്താനം ഉണ്ടാവണം, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവണം, പദവി ഉണ്ടാവണം, പ്രശസ്തി ഉണ്ടാവണം. ഇതൊന്നും ഒരു കാലത്തും മോഹിച്ചിട്ടില്ല, ഇനിയൊട്ട് മോഹവും ഇല്ല. ഇത് മാത്രമേ വേണ്ടൂ, അതങ്ങ് തരണം. എന്ത്? നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാത്വച്ചരണാം ഭോജേ രതിസ്യാൽ അനപായിനി. അത്രമാത്രമേ വേണ്ടൂ. അതെന്ത്? നമോസ്തുതേ മഹായോഗിന്. മഹായോഗീശ്വരനാണ് അങ്ങ്. ആ മഹായോഗീശ്വരനായ അങ്ങയെ ഞാൻ നമോസ്തു നമസ്കരിക്കുകയാണ്. പ്രപന്നം അനുഷാധിമാം, ശരണാഗതനായ എന്നെ അങ്ങ് വേണ്ട മാതിരി അനുഗ്രഹിക്കണം. എന്തേ വേണ്ടത്? എങ്ങനെയാ അനുഗ്രഹിക്കേണ്ടത്? അതിങ്ങനെ ആവണം. എങ്ങനെ? യഥാ ത്വച്ചരണാം ഭോജേ. ഭഗവാന്റെ തൃപാദപത്മത്തില്, ആ ഭഗവത്പാദപത്മങ്ങളില് രതിസ്യാൽ അനപായിനി, ഒരു കാലത്തും ഭംഗം വരാത്തതായ ഭക്തി, അചഞ്ചലമായ ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തി ഉണ്ടാവാൻ അങ്ങ് എനിക്ക് അനുഗ്രഹം തരണം. അതിലേറെ ഒന്നും മോഹമില്ല, അത്രയേ വേണ്ടൂ.
ഈ ഭാവം ഭഗവാന്റെ മുമ്പിൽ ഭക്തി ഉണ്ടാവണേ എന്ന് മാത്രം പറഞ്ഞ് നമസ്കരിച്ചപ്പോഴാണ് വളരെ ശാന്തമായിട്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ അങ്ങ് എന്ത് ചെയ്യണം? ഗച്ഛാ, പൊയ്ക്കോളൂ. എങ്ങടെ? ഗച്ഛോദ്ധവ, അങ്ങ് പോണം കേട്ടോ, പോണം മെല്ലെ മെല്ലെ. എങ്ങടെ? ഗച്ഛോദ്ധവ മയാദിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം തത്ര മൽപാദതീർത്ഥോദേ സ്നാനോപസ്പരിശനൈ ശുചി. അങ്ങ് ഇവിടുന്ന് സാവകാശത്തിൽ ബദരിയിലേക്ക് പോയിക്കോളൂ. ആ ബദരിയിൽ ചെന്നിരുന്ന് ഭഗവാന്റെ പാദതീർത്ഥമായ അളകനന്ദയുണ്ട്, ഗംഗ. ആ ഗംഗയിൽ എന്ത് ചെയ്യണം? സ്നാനം, കുളിക്കുക, കാലൊഴുകി ആചമിക്കുക, തളിക്കുക, ജപിക്കുക, ഇതൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുമ്പം അങ്ങ് ശുദ്ധനാവും. എന്തിന്? അതൊന്നും വേണ്ട, കുളിക്കാനും കാലൊഴുകി ആചമിക്കാനും ഒന്നും നീ തരായില്ല വെച്ചാലും ഈക്ഷയാളകനന്ദായ, അളകനന്ദ ഒന്ന് കണ്ടാൽ തന്നെ പുണ്യായി. അത്രയെങ്കിലൊക്കെ ആവാലോ. അങ്ങ് പോയിട്ടിരുന്ന് നല്ലോണം മനസ്സിരുത്തും. ഞാൻ അങ്ങക്ക് തന്നില്ലേ വിദ്യകൾ, മത്തോപശിക്ഷിതം, ആ അങ്ങക്ക് ഉപദേശിച്ച് തന്നതിനെയൊക്കെ ഉള്ളിൽ നന്നായിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് ഇത് ചെയ്തോളൂ. ഭഗവാനെ തന്നെ നല്ലോണം മനസ്സിരുത്തിയിട്ട് വിവിക്തം അനുഭാവയൻ, ഏകാന്തത്തിൽ ഇരുന്ന് ധ്യാനിച്ചുറപ്പിക്കുക. അങ്ങനെ ഭഗവത്പരായിട്ട് വാക്കും മനസ്സും ഒക്കെ അങ്ങോട്ട് ചെന്ന് ചേരുമ്പം അങ്ങെന്തായിട്ട് തീരും? അതിവ്രജ്യ ഗതിസ്തിസ്രഹ, ആ 3 ഗതികളെ മറികടന്ന് അങ്ങ് മാം ഏഷ്യസി, എൻ്റെ അടുത്തെത്തും. ഏതാ 3 ഗതി? സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഒക്കെ വഴികളുണ്ട്. അതൊക്കെ കടന്നു പോയിട്ട് അങ്ങ് എവിടെ എത്തും? തമസ്സിനെയും രജസ്സിനെയും സത്വത്തിനെയും അതിക്രമിച്ച്. പണ്ട് അർജുനനോട് പറഞ്ഞില്ലേ ഭഗവാൻ, നിസ്ത്രൈഗുണ്യോ ഭവ അർജുന, നിസ്ത്രൈഗുണ്യനാവുക. ആ നിസ്ത്രൈഗുണ്യ ഭാവത്തിൽ അങ്ങ് എന്നെ വന്ന് പ്രാപിക്കും. സമാധാനമായിട്ട് പൊയ്ക്കോളൂ. അവരിത് കേട്ടപ്പം ഇതൊക്കെ മനസ്സിലായി, ഇത്രയും നേരം പറഞ്ഞതൊക്കെ മനസ്സിലായി. പക്ഷെ ഇപ്പം പറഞ്ഞത് മാത്രം നല്ലോണം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റണല്ലേ. എന്താ കാരണം? എങ്ങനെയല്ലേ ഭഗവാനെ വിട്ട് പിരിഞ്ഞ് പോവുക? ഇത്രയും കാലം, കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ കൂടെ സേവിച്ച് കഴിച്ചു കൂട്ടിയതാണ്. ഇപ്പോൾ ഇവിടുന്ന് ഭഗവാനെ പിരിഞ്ഞു പോവുക എന്ന് പറയുമ്പോണ്ടാവണ സങ്കടം അദ്ദേഹത്തിന് സാധിച്ചില്ല. ഭഗവാനെ നമസ്കരിക്കുക, വീണ്ടും വീണ്ടും നമസ്കരിക്കുക. അങ്ങനെ അദ്ദേഹം എന്താ പറയുന്നത്? ദ്വന്ദ്വഭാവത്തേക്ക് അതിക്രമിച്ചു വെച്ചാലും ഭഗവാന്റെ ആ തൃപ്പാദം വിട്ടു പോവാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്, അങ്ങ് പൊയ്ക്കോളൂ. അദ്ദേഹത്തിന് ആശാലോ പോവാനും സാധിക്കുന്നില്ല. ഈ നിർബന്ധം അങ്ങോട്ട് കലശലായി. നിർബന്ധം കലശലായിട്ട് ഭഗവാൻ പറഞ്ഞത് കേൾക്കായ നല്ല സമ്പ്രദായം അല്ലല്ലോ. ഉദ്ധവർ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറ്റില്ല പോവാൻ, അങ്ങേ വിട്ട് പിരിഞ്ഞ് പോവാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഉദ്ധവരെ, അങ്ങ് പോകണം. അല്ല, അങ്ങ് എന്ത് ചെയ്യണം? എന്നെ കൊണ്ടുപോകണം. എങ്ങടെ അങ്ങ് പോകണമെന്ന് വെച്ചാൽ അങ്ങടെ എന്നെ കൊണ്ടുപോകണം. അങ്ങനെ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ 2 ആളും കൂടി പോയാലേ ഇവിടെ ഒരു വെളിച്ചം വിവരം ഇല്ലാണ്ടാവും. അങ്ങ് ഒരു വിദ്വാനല്ലേ, അങ്ങ് ഇവിടെ വേണം. ഞാൻ പോയാലും വെളിച്ചം ഇവിടെ വേണ്ട. അങ്ങയുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? ഭാഗവതം ഉണ്ട്. അത് ലോകത്തിന് വെളിച്ചാണേ. അത് അങ്ങയുടെ കയ്യിൽ ആ വിളക്ക് തന്നിട്ടാണ് ഞാൻ പോണതേ. ഒരു വിവരമല്ലേ ആളുടെ കയ്യിൽ കൊടുക്കണ്ടേ വിളക്ക്? ഒരു പാകതയല്ലേ ആളുടെ കയ്യിലല്ലേ വിളക്ക് കൊടുക്കുക? അങ്ങ് സൂക്ഷിക്കൂ, ലോകത്തിന് പകർന്നു കൊടുക്കൂ, എന്നിട്ട് അങ്ങ് എൻ്റെ അടുത്തേക്ക് വന്നോളൂ. അവര് പറഞ്ഞു പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം? നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സുധാമനയ മാമപി. അന്ന് പറഞ്ഞത് വീണ്ടും പറഞ്ഞു. എങ്ങനെ? അങ്ങ് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അങ്ങയുടെ ആ തൃപ്പാദം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഭഗവാൻ വീണ്ടും നിർബന്ധിച്ചു. ഒടുക്കം നിർബന്ധം അങ്ങോട്ട് കലശലായപ്പം ഇനി പറ്റില്ല എന്നായപ്പം ഒന്ന് നോക്കുക പറ്റുമോ ഇല്ലേന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് പോവാൻ. അദ്ദേഹം സുദുസ്ത്യജ സ്നേഹവിയോഗകാതരോ നശക്നുവം സ്തം പരിഹാതു മാതുര കൃച്ഛ്രം യയൗ മൂർധനി ഭർതൃപാതുകേ ബിഭ്രൻ നമസ്കൃത്യ യയൗ പുനഃ. അതേ ഉണ്ടായത്. ഭഗവാന്റെ തൃപ്പാദത്തെ നോക്കി തൊഴുത് വളരെ സാവകാശത്തിൽ ഒന്നങ്ങോട്ട് പോവും. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം ഹേയ് പറ്റില്ല എന്ന് മനസ്സിലായാൽ ഈ പിടിച്ച് പറക്കിയണേ ഹൃദയം ഇങ്ങനെ പറിച്ചെടുക്കണ ഒരു വേദന തോന്നുമ്പം ഊട്ടി ഇങ്ങോട്ട് വരിക, ഭഗവാന്റെ കാൽക്കലേക്ക് അങ്ങോട്ട് വീഴുക, നമസ്കരിക്കുക, പ്രദക്ഷിണം കഴിക്കുക. അപ്പോഴും ഭഗവാൻ പറയും ഗച്ഛോദ്ധവ, ഇതുവരെ എങ്ങ് പോണേ. മെല്ലെ പോവും, ഓട്ടി വരും, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കും, വീണ്ടും പ്രദക്ഷിണം കഴിക്കും. ഓരോ തവണ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്തിനാ ഈ വന്ന് നമസ്കരിച്ച് പ്രദക്ഷിണം കഴിക്കണേന്നറിയൂ? നമസ്കരിക്കുമ്പോഴും പ്രദക്ഷിണം കഴിക്കുമ്പോഴും പൊക്കോളൂ എന്ന് പറയില്ലല്ലോ, അത് കഴിഞ്ഞാലല്ലേ പറയുള്ളൂ. അത്ര സമയം ആ പാദങ്ങളെ സേവിക്കാലോ എന്ന് കണക്കാക്കിയിട്ട് നിരന്തരം
കുറേ കഴിഞ്ഞപ്പോൾ ഇനി പറ്റില്ല എന്നായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ അസഹ്യമായ ഭഗവത് വിയോഗത്തിൻ്റെ അസഹ്യമായ ഭാവം ഉള്ളിൽ വെച്ചിട്ട് കൃച്ഛ്രം യയൗ, ബുദ്ധിമുട്ടിയിട്ട് അദ്ദേഹം പോയത് എങ്ങനെ? മൂർധനി, ആ മൂർധാവലിക്ക് ഭഗവാന്റെ ഭർത്തൃപാദുകേ, ആ 2 മെതിയടികളും ആ ശിരസിലേക്ക് ഇങ്ങോട്ട് ചേർത്തിട്ട് വീണ്ടും വീണ്ടും നമസ്കരിച്ച ബിഭ്രൻ നമസ്കൃത്യ യയൗ പുനഃ പുനഃ, അങ്ങനെ പലതവണ വന്നും പോയും ഒടുക്കം ഉദ്ധവർ തിരിഞ്ഞു നോക്കിയിട്ടാണ് എങ്ങോട്ട് പോയത്? അങ്ങനെ ബദരിയിലേക്ക് പോയി തിരിഞ്ഞു നോക്കി തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആ തൃപ്പാദങ്ങൾ കാണാതെ ആവണിടത്തോളം ആര് തിരിഞ്ഞു നോക്കി? ഉദ്ധവര്. അങ്ങനെ അദ്ദേഹം ഉദ്ധവര് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഭഗവാൻ എന്ത് ചെയ്തു? സമാധാനായി. എന്താ കാരണം? കൊടക്കൻ്റെ ദിക്കൽ കൊടത്തെ ഏൽപ്പിച്ചു. ഇനി പരിഭ്രമിക്കാനൊന്നുമില്ല, നീ സമാധാനായിട്ട് പോവാം. താക്കോൽ എവിടെ കൊടുത്തിട്ടുണ്ട്? ഉദ്ധവരുടെ കയ്യിൽ. ഭാഗവതത്തിൻ്റെ താക്കോല്. സമാധാനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹം എന്താ ചെയ്തത്? ബദരിയിൽ ചെന്നിരുന്ന് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് എത്തി. ഭഗവാൻ കൊണ്ടുപോയി, ശരി തന്നെയാണ്, എത്തിച്ചു. സന്തോഷമായി അദ്ദേഹത്തിൻ്റെ ആ ജന്മം. കുട്ടിക്കാലം മുതൽ ഒരഹന്തയില്ലാതെ, ഒരഹമ്മതിയില്ലാതെ, ഒരു പരിഭ്രമമില്ലാതെ ആ ഗോപികമാരെയൊക്കെ ചെന്ന് കണ്ട് തൊഴുത് പോന്ന മഹാത്മാവാണേ. വന്ദേ നന്ദവ്രജ സ്ത്രീണം. ആ മഹാത്മാവ് ഭഗവാങ്കലെല്ലാം സമർപ്പിച്ച് ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനെ സേവിച്ച് ഭഗവത് പദത്തിലേക്ക് പോയി. ഈ ഉദ്ധവരുടെ കഥയാണ് ഏകാദശത്തിൽ പറഞ്ഞത്. എന്തിനാ ഈ കഥ പറഞ്ഞത്? ഉദ്ധവരുടെ വഴിയാണ് ശരിയായ ഭാഗവതത്തിൻ്റെ വഴി എന്ന് പറയാനാണ്. എന്താണ്? ഉദ്ധവരുടെ വഴിയാണ് ഭാഗവതത്തിൻ്റെ വഴി. ദമ്പല്യ, ദർപ്പല്യ, അഭിമാനമില്ല, അഹന്തയില്ല, അസൂയയില്ല, തിരസ്കാരമില്ല, ഒന്നുമില്ല. എന്തേ ഉള്ളൂ? ഭഗവത് തൃപ്പാദത്തിൽ ഭക്തി, എല്ലാ ദിക്കിലേക്കും വിനയം. ആ പാകത വന്ന മഹാത്മാവിന് ഈ സദ്ഗതി അല്ലാതെ പിന്നെ എന്താ കിട്ടുക? അല്ലേ? എന്താ ഭഗവാൻ കൊടുക്കുക? മഹിമകൾ കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ഉദ്ധവരിലൂടെയാണ് ഈ ഭാഗവതത്തിൻ്റെ മഹിമകൾ നമ്മുടെ ലോകത്ത് പിന്നെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഭാഗവതത്തിലൊരു ഇത്ര വലിയൊരു ഉപദേശ സമ്പ്രദായം, ഭാഗവതത്തിൽ ഇത്ര നീണ്ടൊരു ഉപദേശ സമ്പ്രദായം വേറെ ഇല്ല. ഉണ്ട്, പല ജാതി ഉണ്ട്, എന്നാൽ ഇത്രയ്ക്ക് ഇങ്ങോട്ട് വിസ്തരിച്ച് സങ്കോപാംഗ വർണ്ണന വേറെ ഇല്ല. ആ വർണ്ണനയാണ് ശ്രീശുകര് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പറയുകയും ചെയ്തു. അദ്ദേഹം എന്തേണ്ടായേ ചോദിച്ചാൽ, ഭഗവാനെ ഭജിച്ച് 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 തപസ്സമാസ്ഥായ ഹരേരഗാദ്ഗതിം, തപസ്സിൽ മുഴുകിയിട്ട് ഭഗവാനെ ചെന്ന് പ്രാപിച്ചു എന്ന് പറയും. ഇത്രയാണ് കഥ. അപ്പം ഇനി എന്താണ്? ഇനിയുള്ളത് ഭഗവാന്റെ യാത്രയാണ്. ഭഗവാന്റെ തൃപാദ ഭക്തനെ ആദ്യം പറഞ്ഞയച്ചു. ഭഗവാന്റെ പരന്ധാമഗമന യാത്രയാണ് ഇനി അടുത്തതൊക്കെ ആയിട്ട് പറയും. ഏതായാലും ഭഗവാന്റെ ഈ തൃപാദ ഭക്തനായ ഉദ്ധവരുടെ സമ്പ്രദായത്തെ സ്മരിക്കാൻ ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരും സത്രസമിതി സംഘാടകരും സജ്ജനങ്ങളും അനുവദിച്ചത് കാരണം ഇവിടെ വന്ന് ആ ഉദ്ധവരുടെ മഹിമകൾ സ്മരിക്കാൻ സാധിച്ചു. അതിൽ വലിയൊരു ഭാഗ്യമുണ്ട്. എല്ലാവരോടും അതിൻ്റെ കൃതജ്ഞത, വിനയം പ്രകാശിപ്പിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നമസ്കാരം. സംഘാടകർക്കും ഭഗവാനും സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇതിവിടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.